ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പ ശരണം.
മുല്ലോർലിത്തേവരേ ശരണം. സർവേശ്വര മംഗലത്തപ്പാ ശരണം. തലയാക്കുളത്തമ്മേ ശരണം. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. ജാനകീ ജീവനസ്മരണം. ഹര നമ പാർവതീപതയേ. ഗോപികാ ജീവനസ്മരണം. ആഞ്ജനേയ സ്വാമിക്ക് ജയ് ജയ് ശ്രീ രാധേശ്യാം. രാധേശ്യാം. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്. ഇന്നലെ നമ്മൾ ആ ശൂർപ്പണഖയുടെ ആഗമനം അതിനെക്കുറിച്ചുള്ള ഭാഗങ്ങൾ വരെ വായിച്ചിട്ട് ഇന്നലെ 11ാം ദിവസം അല്ലേ നമ്മൾ സമർപ്പിച്ചു. ഇന്ന് തുടർന്ന് വേണ്ടതുപോലെ പാരായണം ചെയ്യാനായിട്ട് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നമ്മളിത് അവിടെ സമർപ്പിക്കുന്ന പുഷ്പങ്ങളെല്ലാം നമ്മുടെ മനസ്സായിട്ട് ഭഗവാൻ സ്വീകരിച്ചിട്ട് ആ മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ട് ഭഗവാനിൽ ചേർത്ത് നിർത്താനായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളൊന്നും പല വഴിക്ക് പോവാണ്ട് ഭഗവാനെ അവിടുത്തെ പാദത്തിൽ ചേർന്നിരിക്കാൻ അനുവദിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. ഇന്നലെ ഇത്തിരി നേരത്തെ നിർത്തിപ്പോയത്, അപ്പം അതിൻ്റെ ഒരു അനുഭവം കൂടി നിങ്ങളോട് പങ്കുവയ്ക്കണം എന്ന് തോന്നി. അത് ഒരു എന്താ പറയണ്ടേ, ജീവിതത്തിലൊക്കെ കിട്ടുന്ന ഒരു അപൂർവമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു ഇന്നലെ. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളുടെ കൂടെ ഉള്ള ആ ഗീത ഗണേശൻ്റെ ആ ഗണേശൻ ദേഹവിയോഗമായിട്ട് ഇന്നലെയാണ് കഴിഞ്ഞ ദിവസം അതിനോടനുബന്ധിച്ചിട്ട് നമ്മൾ എപ്പോഴും എല്ലാ ഗൃഹങ്ങളിലും ചെയ്യേണ്ട എങ്ങനെയാണ് എന്നുള്ളത് കാണിച്ചു തരുന്ന ഒരു അനുഭവമായിരുന്നു അവിടെ. അതിനോടനുബന്ധിച്ച് വേറൊന്നുമല്ല, ആ ശരീരം ഉപേക്ഷിക്കേണ്ട സമയമാകുമ്പോൾ ദേഹം ഉപേക്ഷിച്ച ആത്മാവ് ഭഗവാന്റെ അടുത്താണ് ഇരിക്കുന്നത്. ആത്മാവ് അപ്പോൾ ഭഗവാൻ എപ്പോഴും നമ്മളോട് കൂടി ഉണ്ടെങ്കിൽ ആത്മാവ് ആയിട്ട് ആ സൂക്ഷ്മരൂപത്തിൽ അദ്ദേഹവും നമ്മളുടെ കൂടെ ആ സത്സംഗത്തിലുണ്ട് എന്നുള്ള ഭാവം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ കാരുണ്യം, അവർ ഒരുമിച്ച് ഇരിക്കുന്ന ആ സമയത്ത് മുഴുവനും സത്സംഗങ്ങളിലേക്ക് രണ്ടുപേരും ഒരുമിച്ചാണ്. അദ്ദേഹത്തിന് കുറച്ച് കാലമായിട്ട് അസുഖമായിരുന്നു, കിഡ്നിയുടെ സംബന്ധമായിട്ട്. അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എപ്പോഴും പറയണത്, ഈ ഒരു ഓരോന്ന് പറയുമ്പോഴും പറയും, ഇത് ഞാനായിട്ട് ഇപ്പോൾ ഒരു കർമ്മം ഈ ഒരു ജന്മത്തിൽ ഞാൻ ഒരു കർമ്മം തെറ്റായിട്ട് ചെയ്തിട്ടില്ല, ഈശ്വരനെ ഭജിക്കാണ്ടിരുന്നിട്ടില്ല, സ്വാധ്യായങ്ങൾ ചെയ്യാണ്ടിരുന്നിട്ടില്ല, ശരീരത്തിന് ദോഷകരമാകുന്ന ആഹാരങ്ങളോ കാര്യങ്ങളോ ഒന്നും ഭുജിച്ചിട്ടില്ല. എനിക്ക് പിന്നെയും ഇങ്ങനെ വന്നു എന്നുണ്ടെങ്കിൽ പൂർവജന്മകൃതമായിട്ടുള്ള ഏതോ ഒരു പാപത്തിനെ നീക്കാൻ ഈശ്വരൻ തന്ന അനുഗ്രഹമാണെന്നാണ് അദ്ദേഹം പറയാറ്. അദ്ദേഹം അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ജീവിച്ചത്. അങ്ങനെ എല്ലാ സത്സംഗങ്ങൾക്കും, പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളൊക്കെ ആദ്യം, നിങ്ങൾക്ക് അത്ര പരിചയമുണ്ടോ എന്ന് എനിക്കറിയില്ല, നൊച്ചൂർ സ്വാമി എന്നാണ് നമ്മളൊക്കെ പറയുന്നത്, നൊച്ചൂർ വെങ്കട്ടരാമൻ. അപ്പം അദ്ദേഹം സന്യാസം സ്വീകരിച്ചുകൊണ്ട് രമണ ചരണ തീർത്ഥപാദർ എന്നുള്ള പേരോട് കൂടിയിട്ട് ആണ് ഇപ്പോൾ അദ്ദേഹം സന്യാസിയായിട്ട് തീർന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പാദങ്ങളെ ഗുരുനാഥനായിട്ട് സ്വീകരിച്ചിട്ട് എവിടെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും അവിടെയൊക്കെ ചെന്നിരുന്നിട്ട് അതിനെ രണ്ടുപേരും കൂടി ഒരുമിച്ച് പോകാൻ സാധിക്കാൻ അത് തന്നെ മഹാഭാഗ്യമാണ്. പ്രത്യേകിച്ച് ഇങ്ങനൊരു രോഗം അസുഖമൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും പ്രത്യേകിച്ച് ഈശ്വര കാര്യങ്ങളോടൊരു വിരക്തിയാണ് തോന്നുക. രോഗത്തിനോടുള്ള ശരീരത്തിൻ്റെ ബോധം കൂടുതലാണ് ഉണ്ടാവുക അവർക്കൊക്കെ. പക്ഷേ ഇത് നേരെ തിരിച്ചായിരുന്നു ഇവരുടെയൊക്കെ കഥ പറയേണ്ട. അത് ശരിക്കും നമുക്കൊക്കെ ജീവിതത്തിൽ പകർത്താവുന്ന ഒരു പാഠം തന്നെയാണ് അവരുടെ ഒരു ജീവിതം.
ആ ഭഗവാന്റെ കാരുണ്യം കൊണ്ടോ എന്തോ ആ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ടോ എന്തോന്നറിയില്ല, എനിക്കൊരുപാട് മോഹമായിരുന്നു തിരുവണ്ണാമല പോകണമെന്ന്. ഞാൻ തിരുവണ്ണാമല പോയ കഥയൊക്കെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് ഇവരുടെ കൂടെയാണ് ഞാൻ തിരുവണ്ണാമലയ്ക്ക് പോയത്. അതും യാദൃശ്ചികമായിട്ടുള്ള ഒരു അനുഭവം തന്നെയായിരുന്നു. തിരുവണ്ണാമലയ്ക്ക് പോകണം എന്നുള്ളത് ആഗ്രഹിച്ചിരിക്കുമ്പോൾ ഒരിക്കൽ പെട്ടെന്ന് ഞാനൊരു സപ്താഹം കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ കൊണ്ടാക്കാം ഓപ്പളയെന്ന് പറഞ്ഞിട്ട് ഗണേശൻ എന്നെ കൊണ്ടാക്കുമ്പോൾ അവർ പെട്ടെന്ന് പറഞ്ഞതാണ്, ഞങ്ങളിതാ പോകണ്ട, ഓപ്പിൾ വരണ്ടെങ്കിൽ വന്നോളൂ എന്ന് പറഞ്ഞു. അത് അങ്ങനെ അവരുടെ കൂടെ യാതൊരു ഇല്ലാണ്ട് പെട്ടെന്ന് തന്നെയാണ് അവർ തന്നെ നമ്മളെ കൊണ്ടുപോകാനായിട്ട് ഇടയായി. അങ്ങനെയാണ് അരുണാചലത്തിൽ എത്തിച്ചേർന്നത്. അവിടെ വച്ചിട്ടും സ്വാമികളുടെ ഒരു അനുഗ്രഹം എനിക്ക് പ്രത്യക്ഷമായിട്ട് അനുഭവമായി. ശരിക്കും ഈശ്വരൻ്റെ പറയില്ലേ നമ്മൾ, ഈശ്വരൻ ആ മനുഷ്യഭാവത്തിൽ വന്നിട്ട് നമ്മളെ ഉദ്ധരിക്കാനായിട്ട് ചലിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകളോ അദ്ദേഹത്തിൻ്റെ ആ സത്സംഗങ്ങളിൽ നിന്നൊക്കെ കേൾക്കുമ്പോൾ അത് വേണ്ടത്ര എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ അതുപോലെ അതൊന്നും എനിക്കറിയില്ല. പക്ഷെ അത് കേൾക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. അത് കേൾക്കുമ്പോൾ ഒരു സുഖമാണ്. അങ്ങനെ കേൾക്കും. അത് എനിക്ക് എത്രമാത്രം എനിക്ക് അത് ഉൾക്കൊള്ളാം അത് ചിലപ്പോൾ തോന്നില്ല. ജീവിതത്തിലൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അത് മറന്നു പോണ അവസ്ഥയെങ്കിലും അത് കേട്ടതന്നെ കേൾക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ധാരാളം അദ്ദേഹത്തിൻ്റെ സത്സംഗങ്ങൾ കേട്ടിരുന്നു. അവിടെ വച്ചിട്ട് ഉണ്ടായ ഒരു അനുഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ഭാവത്തിൽ തന്നെയാണ് എനിക്ക് 2 തവണ ദർശനം ലഭിച്ചത്. അദ്ദേഹത്തിന് സാക്ഷാൽ ഒരു തവണ മഹാദേവ ഭാവത്തിൽ, ഒരു തവണ ആ ഗുരുവായൂരപ്പൻ്റെ ഭാവത്തിൽ ഒരു ദർശനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും എനിക്ക് ആ ഈശ്വരഭാവമാണ്. ഞാൻ ഭഗവാനോട് സംവദിക്കുന്ന പോലെ മനസ്സുകൊണ്ട് അദ്ദേഹത്തിനോട് സംവദിക്കാറുണ്ട്. അങ്ങനെ അരുണാചലത്തിൽ ചെല്ലുമ്പോൾ കേൾക്കണു അദ്ദേഹത്തിൻ്റെ പ്രവചനം അവിടെ നടക്കുന്നുണ്ട്, അദ്ദേഹം അവിടെ ഉണ്ട് എന്നുള്ളത് അറിയാണ്. അപ്പോൾ അത് ഇവർക്കറിയാം. അതുകൊണ്ടാണ് ആ സമയത്ത് അരുണാചലത്തിലേക്ക് പോയത്. എനിക്കത് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ അരുണാചല ഗിരിപ്രദക്ഷിണത്തിന് പോകാനായിട്ടിരുന്നപ്പോൾ അവിടെ സത്സംഗത്തിലുള്ള ഒരു മാമയുണ്ട്, ഹരേകൃഷ്ണ മാമ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് പോവാം എന്ന്, ഗിരിപ്രദക്ഷിണം ചെയ്യാൻ പോവാം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ സ്വാമികളും കൂടെ ഉണ്ട് എന്ന് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. സ്വാമികളുടെ പുറകിലൂടെ ഒന്ന് അല്പദൂരമെങ്കിലും ആ ഗിരിപ്രദക്ഷിണം ചെയ്യാൻ സാധിച്ചാൽ അതൊരു ഭാഗ്യമല്ലേ എന്ന് ആലോചിച്ച് ഒരുപാട്. അപ്പം ഇതെല്ലാം എൻ്റെ മനസ്സിലുള്ള വ്യവഹാരങ്ങളാണ്. ഞാൻ അതൊന്നും ഒരാളോടും പറയണില്ല. എന്ത് കാര്യം ഉണ്ടെങ്കിലും അങ്ങനെ പറയാറുമില്ല. അങ്ങനെ പോകാനായിട്ട് യാത്രയായി വന്ന് രമണ മഹർഷിയുടെ ആശ്രമത്തിൻ്റെ അവിടെ നിൽക്കണ സമയത്ത് അപ്പോൾ ഇദ്ദേഹം വന്നു. ഹരേഷമാമ വന്നിട്ട് പറഞ്ഞു, സ്വാമി വരില്ല, സ്വാമിക്ക് എന്തോ തിരക്കുണ്ട്, സ്വാമിയുടെ മകൻ വരും, സദാശിവൻ, അദ്ദേഹത്തിൻ്റെ പേര് സദാശിവൻ എന്നാണ് തോന്നുന്നത്. അപ്പോൾ അദ്ദേഹം വരും, ചെറിയ മോനാണ്. അപ്പോൾ അവരുടെ കൂടെ ബ്രഹ്മചാരി കുട്ടികളും കൂടിയിട്ട് അവർ വരും എന്ന് പറഞ്ഞു. എന്നിട്ട് ആ കുട്ടികളുടെ കൂടെയാണ് പ്രദക്ഷിണം വയ്ക്കണത്. അപ്പോൾ അവിടെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. എനിക്ക് എന്തുണ്ടെങ്കിലും അരുണാചല ശിവ അങ്ങനെ അരുണാചല ശിവ എന്ന് ജപിച്ചിട്ടാണ് നടന്നിട്ടുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അത് ഹരേ രാമ എന്നെൻ്റെ നാവ് ചൊല്ലാൻ തുടങ്ങി. എനിക്കതേ പറ്റണുള്ളൂ. ഹരേ രാമ ചൊല്ലുമ്പോഴാണ് എനിക്ക് ശരിക്കും ഒരു ലയം വരണത്. അപ്പം ഞാൻ എന്താണ് ഒരു കൺഫ്യൂഷൻ ചിലപ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാവുമല്ലോ. ഇവിടെ ചെല്ലുമ്പോഴും ഹരേ രാമ, കാരണം അരുണാചലം എന്ന് പറഞ്ഞാൽ അത് മഹാദേവൻ്റെ അഗ്നിലിംഗമാണ് മഹാദേവൻ്റെ. അപ്പോൾ ആ ഭഗവാനെ പ്രദക്ഷിണം വയ്ക്കുകയല്ലേ. അപ്പോൾ അദ്ദേഹം ആ ഭാവത്തിൽ ഭഗവാൻ, എല്ലാം ബ്രഹ്മം ഒന്നാണെങ്കിലും അവിടെ ശൈവഭാവത്തിലിരിക്കുമ്പോൾ അങ്ങനെയല്ലേ നാമം ജപിക്കേണ്ടതെന്നൊരു ചിന്ത ഉള്ളിൽ വന്ന് ഇങ്ങനെ ഉള്ളിൽ വന്ന സമയത്ത് ഇതുപോലെ ഒരു മഹാത്മാവ് നാമം ജപിച്ച് പോകുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഹരേ കൃഷ്ണ 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 ഹരേ രാമ എന്ന് ജപിച്ച് പോവുക. എന്നിട്ട് കുറച്ചങ്ങോട്ട് നടന്നിട്ട് തിരിഞ്ഞ് നോക്കിയിട്ട് ചിരിച്ചിട്ട് പറഞ്ഞു, അത് പോതും
എന്ന് പറഞ്ഞു. അപ്പോൾ മനസ്സിൽ ചിന്തിച്ചിട്ടേ ഉള്ളൂ ഞാനിത്. അദ്ദേഹത്തിന് ഞാനറിയില്ല, അദ്ദേഹം എന്നെ അറിയില്ല. അപ്പോൾ അത് ഭഗവാൻ തന്നെയാണ് എല്ലാവരുടെ ഉള്ളിലിരിക്കണത് എന്ന് നമുക്ക് തിരിച്ചറിയണ ഒരറിവായിരുന്നു. അങ്ങനെ കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ചോദിച്ചു, എന്താ മഹാദേവ അങ്ങയുടെ കൂടെ നടക്കണ മഹാദേവ ഭാവത്തിലാണ് അപ്പം ഞാൻ സ്വാമിയെ ചിന്തിച്ചത്. അങ്ങയുടെ കൂടെ പിന്നാലെ നടക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അത് അത്യാഗ്രഹമാണ് അല്ലേ, അതിനുള്ള യോഗ്യത ഇല്ലാത്തത് കൊണ്ടോ എന്തോ ഭഗവാനെ അത് സാധിച്ചില്ലല്ലോ. എന്നാലും ഒരുപാട് മോഹിച്ചു. ഇനിയിപ്പോൾ പെട്ടെന്ന് മുമ്പിൽ വന്ന് എന്നെ അങ്ങനെയാണ് 2 തവണ ഉണ്ടായേക്കണത്. പെട്ടെന്ന് ഒരു ദർശനം 2 തവണയും എനിക്ക് അനുഭവം ഉണ്ടായേക്കണത്. പെട്ടെന്ന് മുന്നിൽ വന്ന് എന്നെ ആനന്ദിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഭഗവാനേന്ന് ഭഗവാനോട് ചോദിച്ച നിമിഷത്തിൽ ഒരു കാറ് വന്ന് മുന്നിൽ അടുത്ത് വന്ന് നിന്നു. കാറിൽ നിന്ന് സ്വാമികൾ ഇറങ്ങി വന്നു. അതെനിക്കൊരു വല്ലാത്ത അനുഭവം. കയ്യും കാലും വിറച്ചിട്ട് എനിക്ക് നിൽക്കാൻ പറ്റില്ല. മഹാദേവ 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 എന്ന് മാത്രം ജപിച്ചുകൊണ്ട് ഞാൻ കൈകൂപ്പി നിന്നു. അപ്പോൾ എല്ലാവരും സ്വാമികളോട് സംസാരിക്കുന്നുണ്ട്. ഗണേശനും ഗീതയൊക്കെ ആയിട്ട് അത്രയും അവർ സ്വാമികൾ അടുപ്പുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തോട് സംസാരിക്കണം എനിക്കൊന്നും. അപ്പോൾ എന്നോട് നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു, കൂടെ വന്നതാണ് അല്ലേ എന്ന് ചോദിച്ചു. അതിനും ഞാനൊരു ഉത്തരവൊന്നും പറഞ്ഞില്ല. ഞാൻ ചിരിച്ചു നിന്നു. അദ്ദേഹം കയറിപ്പോയി. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു, എന്തേ ഒന്നും പറയാഞ്ഞു, സ്വാമികൾ അങ്ങനെ സംസാരിക്കണതല്ല, സംസാരിച്ചിട്ട് എന്തേ മിണ്ടാഞ്ഞു എന്ന്. ഞാൻ എന്ത് മിണ്ടാനാ ഭഗവാനെ, ഭഗവാനോട് പറഞ്ഞത് ഭഗവാൻ മനസ്സുകൊണ്ട് പറഞ്ഞതെല്ലാം സ്വീകരിച്ച് എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഇനി ഞാൻ വാക്കുകളെ കൊണ്ട് എന്താ അദ്ദേഹത്തിനോട് പറയാനിലേക്ക് ഒന്നും പറയാണ്ടായിരുന്നില്ല. അതൊരു വലിയ അനുഭവമായിരുന്നു. ഇതൊക്കെ ഈ ഒരു അനുഗ്രഹമൊക്കെ എനിക്ക് വന്നു ചേർന്നതൊക്കെ ഗണേശനിലൂടെയും ഗീതയിലൂടെയാണ് അനുഗ്രഹമൊക്കെ വന്നു ചേർന്നത്. ഭഗവാൻ ഓരോരുത്തരെ നിയോഗിക്കുക എന്ന് പറയണില്ലേ. അപ്പോൾ അത് ഭഗവാൻ എന്നോടുള്ള കാരുണ്യത്തെക്കാൾ ഏറെ എനിക്ക് തോന്നുന്നു അവരോടുള്ള കാരുണ്യമാണ്. കാരണം നമ്മൾ ഒരു ജീവനെ സന്തോഷിപ്പിക്കുക, ആനന്ദിപ്പിക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ പുണ്യമൊക്കെ അവർക്കും കൂടി വന്ന് ചേരും എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഒരു സത്സംഗത്തിന് ഒരാളെ കൊണ്ടുവന്ന് ഇരുത്താൻ സാധിക്കുക, ഒരു ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ ഒരാളെ കൂടെ കൂട്ടുക എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ആ അനുഗ്രഹം കൂടി ആ ജീവനുണ്ടാവും. അപ്പോൾ അതൊക്കെ ഭഗവാൻ അദ്ദേഹത്തിന് കരുതി വച്ചിരിക്കുന്നതാണെന്ന് എനിക്ക് പിന്നീട് എപ്പോഴും ഞാൻ അങ്ങനെയാണ് വിചാരിക്കാറ്. അപ്പോൾ ഇപ്പോഴും അതെ, ഈ ശരീരത്തിനെ വേർപെട്ട് പോയിട്ടും അദ്ദേഹം അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്സംഗത്തിന് വരണം, നാമജപത്തിന് വരണം എന്ന് പറഞ്ഞു എന്നെ വിളിച്ചു. അപ്പോൾ അവിടെ സ്വാമിജിയുടെ ഞാൻ പറഞ്ഞല്ലോ ഹരേ കൃഷ്ണ മാമയൊക്കെ ഉണ്ടെന്ന്. അവർ പറഞ്ഞു, ഞങ്ങൾ വന്ന് നാമം ജപിച്ചോട്ടെ, ഭഗവത്ഗീത വായിക്കട്ടെ എന്ന് ചോദിച്ചു. ഇങ്ങോട്ട് ചോദിക്കുക ചെയ്തത്. അവർ വരണത് എവിടുന്ന, അരുണാചലത്തിൽ നിന്നാണ് വരണത്, അവിടെ നിന്ന് തിരുവണ്ണാമലയിൽ നിന്നാണ് വരണത്. അപ്പോൾ ആ തിരുവണ്ണാമലയിൽ നിന്ന് അവർ വന്നിട്ട് അതായത് ശരിക്കും സ്വാമികളുടെ സാന്നിധ്യം തന്നെയാണ്. അവർ വന്ന് നാമം ജപിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട്, ഭഗവത്ഗീത പാരായണം ചെയ്തോട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഓപ്പിളെ എനിക്ക് ആരോടും പറയാല്ലേ, ഓപ്പിൾ വരുമോ? ഞാൻ ആരോടും ഇത് പറയണില്ല, വേറെ ഓപ്പിൾ വരണം എന്ന് പറഞ്ഞു. അതും കാരുണ്യം, ഭഗവാന്റെ കാരുണ്യം. ഇന്നലെ അതുകൊണ്ടാണ് നേരത്തെ പോയത്. അവിടെ ചെന്നപ്പോൾ അത്രയും മനോഹരമായ ഒരു അന്തരീക്ഷമായിരുന്നു. അമ്മയൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ ബാക്കിയുള്ള കർമ്മതൊന്നും പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഈശ്വര ഭജനം ഏറ്റവും ശ്രേഷ്ഠമായത് ഓരോ ഗൃഹത്തിലും ചെയ്യേണ്ടത് ഇതാണ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല ചെയ്യേണ്ടത്. കരഞ്ഞ് വിഷമിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ശരീരം പോകുമ്പോൾ നമ്മൾ രാമായണം വായിക്കുമ്പോഴൊക്കെ പറയും കരഞ്ഞ് വിഷമിച്ചിരിക്കുക എന്നുള്ളതല്ല. അവിടെ ഇരുന്ന് ജപിക്കാൻ എത്ര പറ്റുണ്ടോ അത്രയും നാമം ജപിക്കുക. ആ ആത്മാവ് സന്തോഷിച്ച് അനുഗ്രഹിക്കും. അവിടെ ആ ഗൃഹം പവിത്രമാവുമെന്നൊക്കെയുള്ളതാണ്. അപ്പോൾ അവിടെ അതിമനോഹരമായിട്ട് അത്രയും ഭക്തിയോട് കൂടിയിട്ട് ശ്രദ്ധയോട് കൂടിയിട്ട് ആ ഗീതാ പാരായണത്തിൽ പങ്കെടുക്കാൻ സാധിച്ചു. അപ്പോൾ എനിക്ക് താഴെ ഇരിക്കാൻ അത് വലിയ ബുദ്ധിമുട്ടായത് കൊണ്ടാണ് ഇപ്പോൾ ഞാൻ കസാരയിൽ തന്നെ ഇരിക്കുന്നത്. തീരെ പറ്റില്ല താഴെ ഇരിക്കാൻ, താഴെ ഒട്ടിരിക്കാനോ നമസ്കരിക്കാൻ വരെ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടുണ്ട് എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ താഴെ ഇരിക്കാനിരുന്നത്. പക്ഷേ ഇതൊക്കെ തീർന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു
അപ്പോഴേ ഒരു കീർത്തനം ചൊല്ലണം എന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച സ്ഥിതിക്ക് ഞാൻ നേരെ പോയി അവിടെ നമസ്കരിച്ച്. അപ്പം എനിക്കന്ന് രാമായണത്തിൻ്റെ സമയത്തുണ്ടായ അനുഭവം എനിക്ക് ഓർമ്മ വന്നു. നമസ്കരിച്ച് താഴെ ഇരിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അത് കാരണം ശരീരത്തിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളെയും അവിടുത്തെ സത്സംഗം കൊണ്ട്, മഹാത്മാക്കളുടെ സാന്നിധ്യം കൊണ്ട്, സ്വാമികളുടെ സാന്നിധ്യം കൊണ്ട് മാറി. ശരീരബോധമൊന്നും ഉണ്ടായില്ല. പറഞ്ഞ വഴിക്ക് അല്ലേ ഈ റിമോട്ട് കൊണ്ട് അമർത്തുമ്പോൾ ഓരോ മെഷീനുകൾ വർക്ക് ചെയ്യണ പോലെ ഈ മെഷീൻ അങ്ങോട്ട് വർക്ക് ചെയ്ത് അവിടെ ചെന്നിരുന്നു. അത് കഴിഞ്ഞപ്പോൾ വേഗം ഭാഗവതം എടുത്ത് കയ്യിൽ തന്നപ്പോൾ അതിൽ ഭാഗവതത്തിലെ ആ സംഗ്രഹ ഗ്രന്ഥം ഉണ്ടല്ലോ, അവസാനം 12ാമത്തെ അധ്യായം നമ്മളെല്ലാവരും വായിക്കാറുണ്ട്. അത് കേട്ടാൽ അത് വായിച്ചാൽ ഭാഗവതം മുഴുവൻ വായിച്ച പുണ്യാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു അധ്യായം അവരോടൊപ്പം അവിടെ ഇരുന്ന് വായിക്കാനും സാധിച്ചു. ഇതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പ്രസാദം, അപ്പോൾ അതുവരെ എനിക്ക് ഇതൊന്നും അറിയണ്ടായിരുന്നില്ല. പ്രസാദം സ്വീകരിച്ച് എണീറ്റപ്പോഴാണ് സ്വാമികളുടെ പാദുകം, നമ്മളിവിടെയും രാമപാദുകത്തിനെ പറ്റി പറയണു, അതൊക്കെ എനിക്ക് അറിയാൻ പറ്റാത്തൊരത്ഭുതമാണ്. സ്വാമികളുടെ പാദുകം കൊണ്ടുവന്ന് അവിടെ വെച്ച് പൂജിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ചെന്നത് കുറച്ച് വൈകിട്ടായ കാരണം കൊണ്ട് ആദ്യത്തെ പൂജയൊക്കെ കഴിഞ്ഞുകൊണ്ട് ഈ പാദുകം പുഷ്പങ്ങളെ കൊണ്ട് മൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അറിയണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ആ പാദുകം എടുക്കുന്ന സമയം അവിടെ നിന്ന് എടുത്തിട്ട് അവിടെ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരുടെ ശിരസ്സിൽ ആ പാദുകം വെച്ചിട്ട് അനുഗ്രഹിച്ചു ഹരകൃഷ്ണമാമ. അതൊരു വലിയ അനുഗ്രഹം. ഭഗവാൻ ശരിക്കും സ്വാമികളുടെ അനുഗ്രഹം ഏറ്റുവാങ്ങിയതുപോലെ തന്നെയാണ്. ഇതിനൊക്കെയുള്ള സുഹൃതം ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല സുഹൃതം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. ആ ഒരു സുഹൃതം എന്നിലേക്ക് വന്നു ചേർന്നത് ആ ഗണേശനിലൂടെ തന്നെയാണ് എന്നുള്ളത്. അപ്പോൾ ആ ജീവാത്മാവിൻ്റെ ഒരു മഹത്വം, ആ ഒരു ജീവൻ്റെ, അത് സാക്ഷാൽ ഭഗവാന്റെ എന്തോ ഒരു കർമ്മപ്രാരാബ്ധം തീർക്കാൻ ജനിച്ച ഒരു ആ ശരീരം സ്വീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സാക്ഷാൽ ഈശ്വരനായിട്ട് തന്നെ നമ്മളെ വീണ്ടും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു അനുഭവമായിരുന്നു എനിക്ക്. അതിവിടെ പറയാണ്ട് പറ്റില്ല. കാരണം ശരിക്കും ഞാനതിങ്ങനെ അനുഗ്രഹം സ്വീകരിച്ചപ്പോൾ നിങ്ങളെ മനസ്സുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇങ്ങനെയുള്ളതാണെന്നൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. അങ്ങനെയുള്ളതാണെന്നൊക്കെ അറിഞ്ഞെങ്കിൽ നമുക്ക് എല്ലാവർക്കും കുറച്ച് പേർക്ക് കൂടിയിട്ട് പറ്റണവർക്കൊക്കെ പോവായിരുന്നു. പക്ഷേ അവിടെ ചെന്നാൽ അവർക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ, നമുക്കും സന്തോഷം ഉണ്ടാവുള്ളൂ, ഗീതയൊക്കെ വായിക്കായിരുന്നു. പക്ഷേ അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടല്ല പോയത്. ഭഗവാന്റെ ആ ഓരോ നിയോഗങ്ങളും നിമിത്തങ്ങളുമാണ്. പക്ഷേ എന്തോ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് മനസ്സുകൊണ്ട് ചേർത്ത് പിടിക്കാൻ ആ നിമിഷത്തിൽ എനിക്ക് തോന്നിയതും ആ തേവരുടെ കാരുണ്യമാണ്. അതിവിടെ പറയാണ്ട് വയ്യ. അത്രയും ഒരു അനുഭവം ഇവിടെ പങ്കുവച്ചുകൊണ്ട് അതിനൊക്കെ കാരണം നമ്മുടെ നാമജപമാണ്. നമ്മളുടെ ആ നിസ്വാർത്ഥമായിട്ട് നിഷ്കപടമായിട്ടുള്ള നമ്മുടെ കൂട്ടായ്മ, പരസ്പരമുള്ള സ്നേഹം, അതെല്ലാം ഇതിൻ്റെ അടിസ്ഥാനമാണ്. അപ്പം എന്നും നമുക്കിതുപോലെ ഒരുപോലെ ആ കൃഷ്ണ കുടുംബത്തിൽ ഒന്നായിട്ട് ഇരിക്കാൻ സാധിക്കട്ടെ. അവിടെ ബാഹ്യമായിട്ട് ലൗകികമായിട്ടുള്ള ജാതിയോ മതമോ വയസ്സോ ഇതോ ഒന്നുമില്ല, സമ്പത്തോ ഒന്നും നമ്മളെ ബാധിക്കാതെ കണ്ട് ഒരേ കുടുംബം പോലെ ഒരുപോലെ ആ രക്തബന്ധത്തിലുള്ളതാണെങ്കിൽ പോലും ഒരു കുടുംബത്തിൽ ഒരുപോലെ ആകുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങളെ കൊണ്ട് നമുക്ക് പരസ്പരം ഒരു ചെറിയൊരു എന്തെങ്കിലും ഒരു ചെറിയ അകൽച്ചയൊക്കെ ഉണ്ടായിന്ന് വരും. പക്ഷേ ഒന്നും പ്രതീക്ഷിക്കാണ്ടാണ് നമ്മൾ ഇരിക്കുന്നത്. നമുക്ക് ഒന്നേ ഉള്ളൂ, എല്ലാവരെയും പരസ്പരം സ്നേഹിക്കുക എന്നുള്ളത്. ആ ഒരു മനസ്സോടുകൂടി ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ കൂട്ടായ്മയിൽ വേറെ ഒന്നുമില്ല, നമ്മളെല്ലാവരും ഒന്നാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ കുറച്ച് 10-20 പേര് നിങ്ങളിവിടെ ഇരിക്കണമെങ്കിൽ നിങ്ങൾ മാത്രമല്ല, നമ്മുടെ ആ കൃഷ്ണ കുടുംബം ഒരു വലിയ കുടുംബമാണ്. എവിടെയൊക്കെയോ ഇരുന്ന് ഈ കുടുംബത്തിലുള്ളവരൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ മുടങ്ങാണ്ട് ഈ രാമായണം വായിച്ച് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥനയോട് കൂടിയിട്ട് അസുഖങ്ങൾ വരല്ലേ, അമ്മയ്ക്ക് അസുഖങ്ങൾ വരല്ലേ, ചുമയ്ക്കുമ്പോൾ പേടിയാവണോ, ഞങ്ങളിവിടെ ഇന്ന് പ്രാർത്ഥിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ഇവിടെ ഒരാളെ കണ്ടില്ലെങ്കിൽ അവരെ ഇന്ന് കണ്ടില്ലല്ലോ ഈശ്വര അവർക്ക് നാളെ വരാൻ സാധിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ, അതായത് കൃഷ്ണബന്ധുക്കൾ നമുക്കുണ്ട്. നമ്മളറിയാണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണ കൃഷ്ണബന്ധുക്കൾ. അപ്പം എല്ലാവരുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കാൻ മാത്രമേ എനിക്ക് സാധിക്കുള്ളൂ. വേറെ ഒന്നും
സാധിക്കില്ല. അത്രയും ഒരു നിറഞ്ഞ മനസ്സോട് കൂടിയിട്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. ഇത് ആമുഖമായിട്ടൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ പാരായണം ആരംഭിക്കണം എന്ന് തോന്നി. കാരണം നമ്മുടെ മനസ്സിൽ നമ്മൾ ചെയ്യുന്ന ആ നാമജപത്തിൻ്റെ ഒരു മഹത്വം തന്നെയാണത്. അപ്പം അത് ഇനിയും നമ്മളെ ഓരോരുത്തർക്കും ഇതുപോലെ ആ ഭഗവാന്റെ സാമീപ്യം അറിയാൻ, കൃഷ്ണാനുഭവം ഉണ്ടാവാൻ എല്ലാവർക്കും. അപ്പോൾ നമ്മളെയൊക്കെ അനുഗ്രഹിച്ചത് ഇപ്പോൾ ഇങ്ങനെ ഒരാളെ എനിക്ക് ഇങ്ങനെ ഒരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ അനുഗ്രഹം നിങ്ങൾക്കും കൂടി പകർന്നു തരികയാണ്. കാരണം നമ്മൾ ചെയ്യുന്ന ഈ പ്രവർത്തിക്ക് യാതൊരു വിഘ്നവും ഇല്ലാണ്ടിരിക്കാൻ ഭഗവാൻ നമ്മളെ വന്ന് അനുഗ്രഹിച്ചതായിട്ടാണ് ഞാനും മനസ്സുകൊണ്ട് അതിനെ സ്വീകരിച്ചത്. അപ്പം എല്ലാവർക്കും ആ അനുഗ്രഹം പകർന്നു തരണം. എല്ലാം ഭഗവാൻ ഇതുവരെ എന്തൊക്കെയാണോ അനുഭവങ്ങളായിട്ട് തന്നത് അതെല്ലാം ഭഗവാന്റെ പാദത്തിൽ തന്നെ പ്രേമപുഷ്പാഞ്ജലിയായിട്ട് സമർപ്പിക്കുകയാണ്. നമ്മളൊന്നും അതിനൊന്നും അവകാശികളല്ല, എല്ലാം ഭഗവാന് മാത്രം സ്വന്തമാണ്. അങ്ങനെയുള്ള ഭഗവാന്റെ പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പാരായണം ആരംഭിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പ ശരണം. മുല്ലോർലിത്തേവരേ ശരണം. സർവേശ്വര മംഗളത്തപ്പ ശരണം. തലയാക്കുളത്തമ്മേ ശരണം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ജാനകീ ജീവനസ്മരണം. ഹര നമ പാർവതീപതയേ. ഗോപികാ ജീവനസ്മരണം. ആഞ്ജനേയ സ്വാമിക്ക് ജയ് ജയ് ശ്രീ രാധേശ്യാം. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം
വാതാലയേശമനിശം ഹൃദി ഭാവയാമി ഗജാനനം ഭൂതഗണാതിസേവിതം കപിദ്ധജംഭൂഫലസാരഭക്ഷിണം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖം വന്ദേ വാൽമീകി കോകിലം സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപദ്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ജാനകീ ജീവനസ്മരണം ഹര നമ പാർവതീപതയേ ആഞ്ജനേയ സ്വാമിക്ക് ഹരിശ്രീ ഗണപതയേ നമ അവിഘ്നമസ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ഇന്നലെ പാരായണം ചെയ്ത് സമർപ്പിച്ചത് ശൂർപ്പണഖ ചെന്നയുടെ രാമനോട് വിവാഹാഭ്യർത്ഥന നടത്തുന്നതും അവിടെ നിന്ന് ആ ശൂർപ്പണഖയുടെ ശരിയായ ഭാവത്തിനെ പുറത്തേക്ക് ഭഗവാന്റെ മുമ്പിൽ എന്ത് വേഷം കെട്ടി ചെന്നാലും ഭഗവാൻ ആ ഉള്ളിലുള്ള ഭാവത്തെ തിരിച്ചറിയണമെന്ന് കാണിച്ചുകൊണ്ട് ശൂർപ്പണഖയുടെ വിശ്വരൂപത്തിനെ നമുക്കെല്ലാവർക്കും ആ സാക്ഷാൽ ആ രാക്ഷസീയ രൂപത്തിനെ പുറത്ത് കാണിച്ചു തരണം. അതുപോലെ ആ മൂക്കും മുലയൊക്കെ അരിഞ്ഞ് ലക്ഷ്മണനാൽ അറിയപ്പെട്ട ആ ശൂർപ്പണഖ തൻ്റെ സഹോദരന്മാരടുത്തെന്ന് പറയുമ്പോൾ 14 പേരോട് കൂടിയിട്ട് അവരെ വധിക്കാൻ പറഞ്ഞയക്കുന്നു. ഈ 14 പേരെയും ശ്രീരാമചന്ദ്രപ്രഭു വധിക്കുന്നു. അപ്പോൾ വീണ്ടും വന്ന് പറയുന്നു, 14 പേരും രാമബാണമേറ്റിട്ട് മോക്ഷം ലഭിച്ചു. മരണം എന്ന് പറയാനേ പാടില്ല, ഭഗവാന്റെ അമ്പ എല്ലാവരും മോക്ഷം കിട്ടുക ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് അവർ ഇതിൽ പറയണ ഒരു വാക്കുണ്ട്, ഇങ്ങനെ വരാത്ത വണ്ണം തെക്കോട്ട് പോയി എന്നാണ് പറയണത്. അത് പറയുമ്പോൾ നമ്മൾ സാധാരണ നമ്മൾ വിചാരിച്ച് മരിച്ചു പോയാൽ പിന്നെ വീണ്ടും ജനിക്കേണ്ടി വരും. ഇങ്ങനെ വരാത്ത വണ്ണം എന്ന് വെച്ചാൽ മോക്ഷം പ്രാപിച്ചു പിന്നെ അങ്ങോട്ട് തിരിച്ചു വരില്ലല്ലോ. അപ്പോൾ പറഞ്ഞത് ഇപ്പോൾ അത്രയും ഒരു ബോധത്തോടു കൂടിയിട്ടാണോ എന്നുണ്ടെങ്കിൽ അവർ ഈ രാമസായങ്ങളേറ്റിട്ട് വരാണ്ട് തെക്കോട്ട് പോയി എന്ന് പറഞ്ഞത് അവർ മരിച്ചു പോയി എന്നുള്ള ഉദ്ദേശത്തിലാണ് ശൂർപ്പണഖ പറഞ്ഞത് എന്നുണ്ടെങ്കിലും
ആ വാക്കുകൾ സത്യമായിട്ട് തീർന്നു. കാരണം ഇനി രാമസായകമേറ്റ ആ ജീവന്മാരുടെ എല്ലാ കർമ്മബന്ധങ്ങളും തീർന്ന് അവരിതാ സാക്ഷാത്കാരം, ഈശ്വര സാക്ഷാത്കാരം പ്രാപിച്ച് അവരിനി ഒരിക്കലും ജനനമരണങ്ങളിൽ പെടില്ല എന്നുള്ളതാണ്. അപ്പോൾ ക്രുദ്ധനായിട്ടുള്ള ആ ഖരൻ 14,000 രാക്ഷസന്മാരെയും ദൂഷണനെയും തൃശിരസിനെയും ഒക്കെ കൂടിയിട്ട് യുദ്ധത്തിന് പോകാനായിട്ട് ആവശ്യപ്പെട്ടു. ആ ഭാഗങ്ങൾ മുതലാണ് നമ്മൾ ഇതിൽ പാരായണം ചെയ്യുന്നത്. ജാനകീ ജീവനസ്മരണം ഘോരനം ഖരനേവം ചൊന്നതു കേട്ട നേരം ശൂരനം തൃശീരസും പടയും പുറപ്പെട്ടു. വീരനം ദൂഷണനും ഖരനും നടാകൊണ്ടു ധീരതയോടെ യുദ്ധം ജൈവതിനുഴറ്റോടെ. രാക്ഷസപ്പടയുടെ രൂക്ഷമം കോലാഹലം കേൾക്കായ നേരം രാമൻ ലക്ഷ്മണനോട് ചൊന്നാൻ, ബ്രഹ്മാണ്ടം നടുങ്ങുമാറെന്തൊരു ഘോഷമിതു, നമ്മോട് യുദ്ധത്തിനു വരുന്നു രക്ഷോബലം. ഘോരമായിരിപ്പോരു യുദ്ധമുണ്ടാവും ഇപ്പോൾ, ധീരതയോടും അത്ര നീയൊരു കാര്യം വേണം. മൈഥിലി തന്നെ ഒരു ഗുഹയിലാക്കിക്കൊണ്ടു ഭീതി കൂടാതെ പരിപാലിക്ക വേണം ഭവാൻ. ഞാനൊരുത്തനെ പോരും ഇവരെയൊക്കെ കൊൽവാൻ. മനസ്സേ നിനക്കു സന്ദേഹമുണ്ടായിടല, മറ്റൊന്നും ചൊല്ലുന്നില്ലെന്ന് എന്നെ ആണയോമിട്ടു കറ്റവാർ കുഴലിയെ രക്ഷിച്ചു കൊള്ളേണം നീ. ലക്ഷ്മി ദേവിയെയും കൊണ്ടങ്ങനെ തന്നെയെന്നു ലക്ഷ്മണൻ തൊഴുതുപോയി. ഗഹ്വരമകം ബുക്കാൻ ചവബാണങ്ങളെയും എടുത്തു. പരീകരാമം ഭോഗാനന്ദമുറപ്പിച്ചു. സന്നദ്ധനായി നിൽക്കുന്ന നേരം ആർത്തു വിളിച്ചു നക്തഞ്ചരരൊക്കെ വന്നു രൂമിച്ചു. ശത്രൗഖം പ്രയോഗിച്ചാൻ വൃക്ഷങ്ങൾ പാഷാണങ്ങൾ എന്നിവ കൊണ്ടുമേറ്റം പ്രക്ഷേപിച്ചിതു. വേഗാൽ പുഷ്കരാനേത്രന്മേൽമേൽ തക്ഷണം അവയെല്ലാം എയ്തു കണ്ടിച്ചു രാമൻ. രക്ഷോവീരന്മാരെയും സായകാവലി തൂക്കി നിഗ്രഹിച്ചിതു. നിശിതാഗ്രബാണങ്ങൾ തന്നാൽ അഗ്രേ വന്നടുത്തോരു രാക്ഷസപ്പടയെല്ലാം. ഉഗ്രനാം സേനാപതി ദൂഷണൻ അതുനേരം ഉഗ്രസന്നിഭനായ രാമനോടടുത്തിതു. തൂകിനാൻ ബാണാഗണമേ അവറ്റേ രഘുവരൻ ശരങ്ങളാൽ നെന്മണിപ്രായമാക്കി 4 ബാണങ്ങളെ ദൂതുരകം 4-നെയും കാലവേശ്മനി ചേർത്തു. സാരഥിയോടും കൂടെ ചപവും മുറിച്ചു. തൻകേതുവും കളഞ്ഞപ്പോൾ ഗോപേന തേരിൽ നിന്നു ഭൂമിയിൽ ചാടി വീണാർ. പിൽപ്പാടു ശതഭാരായ നിർമ്മിതമായ കൽപ്പഴും പരീഖവും ധരിച്ചു വന്നാനവൻ. തദ്ബാഹു തന്നെ ഛേദിച്ചിടിനാൻ ദാശരഥി. തദ്പരീഖത്താൽ പ്രഹരിച്ചിതു സീതാപതി. മസ്തകം പിളർന്നുടനുർവിയിൽ വീണു. സമവർത്തി പത്തനം പ്രവേശിച്ചിതു ദൂഷണനും. ദൂഷണൻ വീണ നേരം വീരനാം തൃശീരസും രോഷേണ 3 ശരം കൊണ്ടു രാമനെയ്താൻ 3 ഖണ്ഡിച്ചു. രാമൻ 3 ബാണങ്ങളും എയ്താൻ 3 എയ്തുടൻ മുറിച്ചുടൻ തൃശിരസ്സും. 100 ബാണങ്ങളെയ്തന്നേരം ദാശരഥി 100 ഖണ്ഡിച്ചിതു. 1000 ബാണം അവയും മുറിച്ചവൻ അയുധം ബാണമെയ്താൽ അവനീപതി വീരൻ അവയും നുറുക്കിനാൻ. അർദ്ധചന്ദ്രാകാരമായിരിപ്പോരമ്പു തന്നാൽ ഉത്തമാംഗങ്ങൾ 3 മുറിച്ചു പന്താടിനാൻ. അന്നേരം ആദിത്യാപതേടിയിലും രഥം തന്നിലമാരു കരേറി ഞാണലിയുമിട്ടു വന്നു രാഘവനോട് ബാണങ്ങൾ തൂകിയിടിനാൽ. ഒന്നിനൊന്നെയ്തു മുറിച്ചിടിനാൻ അവയെല്ലാം. രാമബാണങ്ങൾ കൊണ്ടും ഖരബാണങ്ങൾ കൊണ്ടും ഭൂമിയും ആകാശവും കാണരൂതാതെയായി. നിഷ്ഠൂരതരമായ രാഘവാശരാസനം തൊട്ടിച്ചാൻ. മുഷ്ടിദേശേ ബാണമെയ്താശുകരൻ ചട്ടയും ഞൊറുക്കിനാൻ. ദഹവും ശരങ്ങൾ കൊണ്ടൊട്ടൊഴിയാതെ പിളർന്നിടിനാൻ. അതു നേരം തപസാദേവാദികളായുള്ള സാധുക്കളും താപമോടയ്യോ കഷ്ടമെന്നു രാജെയ്താൻ. ജയിപ്പൂതാകാരാമൻ ജയിപ്പൂതാക എന്നു ഭയത്തോടമരരും താപസന്മാരും ചൊന്നാർ. ഹരേ കൃഷ്ണ.
തത്കാലേക്കുമ്പോൾ ഭവൻ തന്നുടെ കയ്യിൽ മുന്നം ചക്രനാൽ നിക്ഷിപ്തമായി ഒരു ശരാസനം തൃക്കൈയിൽ കാണായി വന്നിതെത്രയും ചിത്രം മുഖ്യ വൈഷ്ണവാചാപം കൈക്കൊണ്ടു നിൽക്കുന്നേരം ദിക്കുകളൊക്കെ നിറഞ്ഞൊരു വൈഷ്ണവ തേജസ് ഉൾക്കൊണ്ടു കാണായി വന്നു രാമചന്ദ്രനെ. അപ്പോൾ ഖണ്ഡിച്ചാൻ കരനുടെ ജാപവും കവചവും കുണ്ടലാഹാര കിരീടങ്ങളും അരക്ഷണാൽ സൂതനെ കൊന്നു ദീർഘങ്ങളും തേരും പൊടിച്ചാതിനായകനടുത്തിടിന നേരത്തിങ്കൽ മറ്റൊരു തേരിൽ കരയേറിനാശൂഖരൻ തെറ്റെന്നു പൊടിച്ചിതു രാഘവനതും. അപ്പോൾ പിന്നെയും ഗതയുമായി അടുത്താനാശുകരൻ ഭിന്നമാക്കിനാൻ വിശിഖങ്ങളാലതും രാമൻ ഏറിയ കോപത്തോടെ മറ്റൊരു തേരിലേറി വന്നസ്ത്രപ്രയോഗം തുടങ്ങിനാൻ ഖരൻ. ഘോരമാഗ്നേയാസ്ത്രമെയ്തു രഘുവരൻ വാരുണാസ്ത്രേണ തടുത്തിടിനാൻ ചിതശ്രമം. പിന്നെ ഇന്ദ്രാസ്ത്രം കൊണ്ടു മന്നവൻ തടുത്തത് കണ്ടു രാക്ഷസാവീരൻ നൈര്യതാമസ്ത്രം പ്രയോഗിച്ചിതു. യാമ്യാസ്ത്രേന വീരനം രഘുപതി തടുത്തു കളഞ്ഞപ്പോൾ വായവ്യാമയച്ചതു മൈന്ദ്രാസ്ത്രം കൊണ്ടു ജഗന്നായകൻ തടുത്തതു കണ്ടു രാക്ഷസാവീരൻ ഗന്ധർവാമയച്ചതു. ഗുഹ്യാകാമസ്ത്രം കൊണ്ടും ശാന്തമായത് കണ്ടു കരനും കോപത്തോടെ ആസുരാമസ്ത്രം പ്രയോഗിച്ചത് കണ്ടു രാമൻ ബാസുരാമായ ദൈവാസ്ത്രം കൊണ്ടു തടുക്കയാൽ തീഷണാമൈഷികാസ്ത്രമെയ്തിതു രഘുപതി വൈഷ്ണവാസ്ത്രേണ കളഞ്ഞാശുമും നമ്പു തന്നാൽ സാരഥിയെ കൊന്നു ദുരകങ്ങളെ കൊന്നു തേരും അപ്പേരും പൊടിത്തു കളഞ്ഞപ്പോൾ യദുദാനാധിപതി ശൂലവും കൈക്കൊണ്ടതി ക്രോധേന രഘുവരനോടടുത്തിടുന്നേരം ഇന്ദ്രദൈവതാമസ്ത്രമയച്ചോരളവു ചെന്നിന്ദ്രാരീതലയറുത്തിടിനാൻ ജഗന്നാഥൻ. വീണിതു ലങ്കാനഗരാദ്വാരേ തലാതുണി പൊക്കിതു വന്നു ബാണവുമതു നേരം കണ്ടു രാക്ഷസന്മാരെല്ലാം അവരുടെ തലയെന്നു കണ്ട ഭാവേനെ നിന്നു സംശയം തുടങ്ങിനാൾ. ഖരദൂഷണ തൃശിരാക്കളം നിശാചരവരും 14,000 മരിച്ചിതു. നാഴിക 3:45 കൊണ്ടു രാഘവൻ തന്നാൽ ഒഴിയിൽ വീണാണല്ലോ രാവണ ഭഗിനിയും. മരിച്ച നിശാചരർ 14,000 ധരിച്ചാലല്ലോ ദിവ്യ വിഗ്രഹമതു നേരം ജ്ഞാനവും ലഭിച്ചിതു. രാഘവൻ ബക്കൽ നിന്നും മാനസേ പുനരവരേവരും നേരം രാമനെ പ്രദക്ഷിണം ചെയ്തുടൻ നമസ്കരിച്ച മോദം പൂണ്ടു കൂപ്പി സ്തുതിച്ചാൻ പലതരം. നമസ്തേ പാദാംബുജം രാമലോകാഭിരാമ സമസ്താപാപഹരം സേവകാഭീഷ്ടപ്രദം. നമസ്തേ രാമാദയാനിധേ രഘുപദേ രമിച്ചീടണം ചിത്തം ഭവതീ രമാപദേ. തൽപദാംബുജം നിത്യം ധ്യാനിച്ചു മുനീജനാൽ ഉത്ഭവ മരണ ദുഃഖങ്ങളെ കളയുന്നു. ഉൾപ്പാടു മഹേശനെ തപസ്സു ചെയ്തു സന്തോഷിപ്പിച്ചു ഞങ്ങൾ മുമ്പിൽ പ്രത്യക്ഷനായ നേരം. ഹരേ കൃഷ്ണ. നാരായണ 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 നാരായണ. മുൾപ്പാടു മഹേശനെ തപസ്സു ചെയ്തു സന്തോഷിപ്പിച്ചു ഞങ്ങൾ മുന്നിൽ പ്രത്യക്ഷനായ നേരം. ഭേദവിഭ്രമം തീർത്തു സംസാര വൃക്ഷമൂല ഛേദനാകുടാരമായി ഭവിക്ക ഭവാനിധി പ്രാർത്ഥിച്ചു ഞങ്ങൾ മഹാദേവനോടതു മൂലം. ഓർത്തരുൾ ചെയ്തു പരമേശ്വരൻ അതു നേരം യാമിനീചരന്മാരായി ജനിക്ക നിങ്ങളിനി രാമനായി അവതരിച്ചിടുവൻ ഞാനും ഭൂമൗ. രാക്ഷസാസോദരന്മാരാം നിങ്ങളെ രാക്ഷസാദേഹന്മാരാം നിങ്ങളെ ഛേദിച്ചെന്നു മോക്ഷവും തന്നിടുവാനില്ല സംശയമേതും എന്നരുൾ ചെയ്തു പരമേശ്വരൻ അതുമൂലം നിർണയം. മഹാദേവനായതു രഘുപതി ജ്ഞാനോപദേശം ചെയ്തു മോക്ഷവും തന്നിടണം. ആനന്ദസ്വരൂപനം നിന്തിരുവടിനാഥ എന്നവരപേക്ഷിച്ച നേരത്തു രഘുവരൻ മന്ദഹാസവും പൂണ്ടു സന്തോഷാനന്ദമരുൾ ചെയ്തു.
വിഗ്രഹേന്ദ്രിയാമന പ്രാണാഹങ്കാരാദികളൊക്കവേ സാക്ഷിഭൂതനായ പരമാത്മാ ജഗത് സ്വപ്നാഖ്യാദ്യാവസ്ഥാഭേദങ്ങൾക്കുമീതേ സാക്ഷിയാം പരബ്രഹ്മം സച്ചിദാനന്ദമേകം കൗമാരാദികളാം ആഗമപായികളാം കാല്യാദി ഭേദങ്ങൾക്കും സാക്ഷിയായി മീത നിൽക്കും പരമാത്മാവു പരബ്രഹ്മാനന്ദാത്മകം പരമം ധ്യാനിക്കുമ്പോൾ കൈവല്യം വന്നുകൂടും. ഈ വണ്ണം ഉപദേശം ചെയ്തു മോക്ഷവും നൽകി ദേവദേവേശൻ ജഗത്കാരണൻ ദാശരഥി രാഘവൻ 3.25 നാഴിക കൊണ്ടുകൊന്നാൻ വേഗേന 14 സഹസ്രം ലക്ഷോബലം. സൗമിത്രി സീതാദേവി തന്നോടുകൂടെ വന്നു രാമചന്ദ്രനെ വീണു നമസ്കാരവും ചെയ്താൻ. ശത്രുഘ നികൃത്തമം ഭക്തവിഗ്രഹം കണ്ടു മുക്തബാഷ്പാദം വിദേഹാത്മജാമന്ദം മന്ദം തൃക്കൈകൾ കൊണ്ടു തലോടിപ്പൊറുപ്പിച്ചിടിനാളൊക്കവേ മുണ്ണുമതിൻ വടുവും മാച്ചിടിനാൻ. രക്ഷോവീരന്മാർ വീണു കിടക്കുന്നതു കണ്ടു ലക്ഷ്മണൻ നിജാഹതി വിസ്മയം തേടിയിടിനാൻ. രാവണൻ തൻ്റെ വരവുണ്ടിനി ഇപ്പോൾ എന്നു ദേവദേവനു മരുൾ ചെയ്തിരുന്നരുളിനൻ. ലക്ഷ്മണൻ തന്നെ വൈകാതെ നിയോഗിച്ചെന്നു നീ മുനിവരന്മാരോട് ചൊല്ലിയിടണം. യുദ്ധം ചെയ്തതും കരദൂഷണ തൃശിരാക്കൾ സിദ്ധിയെ പ്രാപിച്ചതും 14,000 താപസന്മാരോടറിയിച്ചു വരികെന്നു പാപനാശനമുൽ അരുൾ ചെയ്തയച്ചോരു നേരം. സുമിത്രാപുത്രൻ തപോധനന്മാരോടു ചൊന്നാൽ അമിത്രാന്തകൻ ഖരൻ മരിച്ച വൃത്താന്തങ്ങൾ ക്രമത്താൽ ഇനിക്കാലം വൈകാതെ ഒടുങ്ങിയിടും അമർത്യ വൈരികളെന്നുറച്ചു മുനിജനം പലരും കൂടി നിരൂപിച്ചു നിർമ്മിച്ചിടിനാൻ. പലലാശികൾമായ തട്ടായ്വാൻ 3 പേർക്കും അങ്കുലീയവും ചൂടാരത്നവും കവചവും മങ്കെ ചേർത്തിടുവാനായി കൊടുത്തു വിട്ടിടിനാൻ. ലക്ഷ്മണൻ അവ 3 കൊണ്ടുവന്ന ശുരാമൻ തൃക്കാൽക്കൽ വച്ചു തൊഴുതിടിനാൻ ഭക്തിയോടെ. അങ്കുലീയ കാമെടുത്തമ്പുജാവിലോചനൻ അങ്കുലീതന്മേലിട്ടു ചൂടാരത്നവും പിന്നെ മൈഥിലീതനിക്കു നൽകിയിടിനാൻ കവചവും ഭ്രാതാവു തനിക്കണിഞ്ഞിടുവാനരുളിനാൻ. രാവണ ഭഗിനിയും രോദനം ചെയ്തു പിന്നെ രാവണനോട് പറഞ്ഞിടുവാൻ നട കൊണ്ടാൽ സാക്ഷാൽ അഞ്ജനാശൈലം പോലെ ശൂർപ്പണകയും രാക്ഷസരാജം മുമ്പിൽ വീണുടൻ മുറയിട്ടാൽ മൂക്കും മുലയും കാതും കൂടാതെ ചോരയുമായലറും ഭഗിനിയോട് അവനു മുര ചെയ്തൻ. എന്തിതു വത്സേ ചൊല്ലിയിടനോട് പരമാർത്ഥം ബന്ധമുണ്ടായതെന്തു വൈരൂപ്യം വന്നിടുവാൻ. ചക്രനോ കൃതാന്തനോ ഭാഷിയോ കുബേരനോ ദുഷ്കൃതം ചെയ്തവൻ തന്നെയോ ഞാൻ ഒടുക്കുവൻ. സത്യം ചൊല്ലുന്ന നേരം അവളു മുര ചെയ്താൽ എത്രയും മൂടൻ ഭവൻ പ്രമത്തൻ പാനാസക്തൻ ശ്രീജിതനദീശടൻ എന്തറിഞ്ഞിരിക്കുന്നു രാജാവെന്നതുകൊണ്ടു ചൊല്ലുന്നു നിന്നെ വൃഥ. ചാരചക്ഷുസും വിചാരവുമില്ലേതും നിത്യം നാരീ സേവയും ചെയ്തു കിടന്നീടെല്ലായ്പ്പോഴും കേട്ടതില്ലയോ ഖരദൂഷണ തൃശിരാക്കൾ കൂട്ടമേ 14,000 മുടിഞ്ഞതും. പ്രഹരാർദ്ദേന രാമൻ വേഗേന ബാണഗണം പ്രഹരിച്ച് ഒടുക്കിനാനെന്തൊരു കഷ്ടമോർത്താൽ എന്നതു കേട്ടു ചോദിച്ചിടിനാൻ ദശാനനൻ. എന്നോട് ചൊല്ലിയിടുവൻ രാമനാകുന്നതെന്നും എന്തൊരു മൂലവൻ അവൻ കൊല്ലുവാനെന്നും എന്നാൽ അന്തകൻ തനിക്കു നൽകിയിടുവേനവേന ഞാൻ. സോദരി ചൊന്നാളത് കേട്ടു രാവണനോടതു യാതുധാനാധിപതെ കേട്ടാലും പരമാർത്ഥം. ഞാനൊരു ദിനം ജനസ്ഥാനദേശത്തിങ്കൽ നിന്നാനന്ദം പൂണ്ടു താനെ സഞ്ചരിച്ചിടും കാലം കാനനത്തൂടെ ചെന്നു ഗൗതമീ തടം ബുക്കാൻ സാനന്ദം പഞ്ചവടി കണ്ടു ഞാൻ നിൽക്കുന്നേരം അത്ര ആശ്രമത്തിങ്കൽ തത്ര രാമനെ കണ്ടേൻ. ജഗന്നാശ്രയഭൂതൻ ജഡാവൽക്കരങ്ങളും പൂണ്ടു ശാപബാണങ്ങളോടും എത്രയും തേജസ്സോടും താപസവേഷത്തോടും ധർമ്മതാരങ്ങളോടും സോദരനായിടുന്ന ലക്ഷ്മണനോടും കൂടി സാദരാമിരിക്കുമ്പോൾ അടുത്തു ചെന്നു ഞാനും ശ്രീരാമോത്സംഗേ വാഴും ഭാമിനി തന്നെ കണ്ടാൽ
നാരികൾ അവണ്ണം മറ്റില്ലല്ലോ ലോകത്തിങ്കൽ ദേവഗന്ധർവനാഗ മാനുഷ നാരിമാരിൽ ഏവം കാൺമാനുമില്ല കേൾപ്പാനുമില്ല നൂനം ഇന്ദിരാദേവിതാനും ഗൗരിയും വാണിമാതും ഇന്ദ്രാണിതാനും മറ്റുള്ള അപ്സര സ്ത്രീവർഗവും നാണം പൂണ്ടൊളിച്ചിടും ഇവളെ വഴി പോലെ കാണുമ്പോൾ അനങ്കനും ദേവതായവളല്ലോ തൽപതിയാകും പുരുഷൻ ജഗൽപതിയെന്നു കൽപ്പിക്കാം വികൽപ്പവുമില്ലൽപ്പവും അതീനിപ്പോൾ ത്വത്പത്നിയാക്കിയിടുവാൻ തക്കവാളവളെന്നു കൽപ്പിച്ചുകൊണ്ടിങ്ങു പോന്നിടുവാനൊരുമ്പെട്ടേൻ മൽക്കുജാനാസാകർണച്ഛേദനം ചെയ്താനപ്പോൾ ലക്ഷ്മണൻ കോപത്തോടെ രാഘവ നിയോഗത്താൽ ജാനകി ജീവനസ്മരണം. എന്താ നിർത്താണ്ട് വായിക്കണേന്ന് വിചാരിക്കുക. അതിങ്ങനെ കഥ പറയണ പോലെ ഇങ്ങനെ ആസ്വദിച്ച് വായിക്കുമ്പോഴേ നിർത്താൻ മറന്നുപോയി. അതാണ് ഉണ്ടായത്. അതായത് ഖരനും അവർ 14,000 ആൾക്കാർ കൂടിയിട്ട് രാമനെ വധിക്കാൻ മുമ്പ് രാമൻ ഇതാ പറയണു ലക്ഷ്മണനോട് ആദ്യമേ തന്നെ പറയാണ്, നീയെ ഒരു കാര്യം സംശയിക്കാണ്ട് സീതയെ സംരക്ഷിച്ചു കൊള്ളാമെന്ന് ശപഥം ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം ലക്ഷ്മണൻ്റെ സ്വഭാവം അറിയാം. അതുകൊണ്ട് ലക്ഷ്മണനോട് പറഞ്ഞു, സീതയെ സംരക്ഷിച്ചൊരു ഗുഹയിൽ ഇരുന്നാൽ മതി, ഇത് ഞാൻ നോക്കിക്കോളാം, നീ അതെന്നോട് ശപഥം ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ലക്ഷ്മണൻ സീതയെ കൊണ്ട് ഗുഹയിലിരുന്ന സമയത്ത് രാമൻ്റെ നേർക്ക് ആയുധങ്ങളൊക്കെ വേണ്ടിയിട്ട് വന്ന് രക്ഷോഗണം എല്ലാവരും കൂടിയിട്ട് വന്ന് എതിരിട്ടപ്പോൾ രാമൻ ആ യുദ്ധത്തിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. പല വിധത്തിലുള്ള അസ്ത്രങ്ങൾ പ്രയോഗിച്ച് യുദ്ധം ചെയ്തു. ആ 14,000 പേരെയും ഖരദൂഷണ തൃശിരാക്കളെയും ഭഗവാൻ വധിച്ചു. അങ്ങനെ ആ ഖരൻ്റെ ശിരസ് ചെന്നിട്ട് വീണത് എവിടെയാണെന്നറിയോ? ആ ലങ്കയുടെ ഗോപുരദ്വാരത്തിലാണ്. പെട്ടെന്ന് ഒരു രാക്ഷസൻ്റെ ശിരസ് വന്നപ്പോൾ അവിടെ നിൽക്കുന്ന രാക്ഷസന്മാർക്കൊക്കെ അവനവൻ്റെ ശിരസ്സാണോ എന്ന് പോലും തപ്പി നോക്കി. അത്ര ഭയത്തോടു കൂടിയിട്ട് 3.25 നാഴിക കൊണ്ടാണ് ശ്രീരാമൻ ശത്രുക്കളെല്ലാം വധിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ആ 14,000 രാക്ഷസന്മാരും ദിവ്യരൂപം സ്വീകരിച്ചിട്ട് ആ ശ്രീരാമചന്ദ്ര പ്രഭുവിനെ സ്തുതിക്കുകയാണ്. ഭഗവാനെ, അവിടുത്തെ ആ സേവകന്മാർക്ക് ഇഷ്ടം ചെയ്യുന്നത് അങ്ങയെ സേവിക്കുന്നവരുടെ പാതാരവിന്ദങ്ങളെ ആശ്രയിക്കുന്നവരെ വേണ്ടതുപോലെ പരിപാലിക്കുന്ന അവിടുത്തെ പാദപങ്കജലത്തിൽ ഞങ്ങളിതാ നമസ്കരിക്കുന്നു. അങ്ങയുടെ കാരുണ്യം കൊണ്ടാണ് ഞങ്ങൾക്കിതാ ഇങ്ങനെ ഒരു അസുര ജന്മം കിട്ടിയത്. അങ്ങയുടെ കാരുണ്യം കൊണ്ടാണ് ഇങ്ങനെ ഒരു അസുര ജന്മം കിട്ടിയത്. കാരണം ഞങ്ങൾ മുൻപ് തപസ് ചെയ്തിട്ട് ഞങ്ങളിതാ ആ പരമേശ്വരനെ പ്രസാദിപ്പിച്ച് പ്രത്യക്ഷപ്പെടുത്തി അന്ന് സംസാര ദുഃഖം ഇല്ലാണ്ടാക്കി തന്നിട്ട് ഞങ്ങളെ രക്ഷിക്കണമെന്ന് ഞങ്ങൾ ശ്രീ പരമേശ്വരനോട് ആവശ്യപ്പെട്ടു. അപ്പോൾ അങ്ങനെ രക്ഷിക്കണമെങ്കിൽ എന്താ നമ്മളുടെ അപ്പോൾ ആ തപസ് ചെയ്തുകൊണ്ട് അതൊക്കെ ആ പുണ്യം കൊണ്ട് ഭഗവാനെ ആ പുണ്യം മുഴുവൻ ഈശ്വരനെ ദർശിക്കാൻ സാധിച്ചപ്പോൾ അവിടെ മുഴുവനും കഴിഞ്ഞു. പിന്നെ പാപങ്ങൾ കുറച്ച് ബാക്കി നിൽക്കുന്നുണ്ട്, കർമ്മപ്രാരാബ്ധങ്ങൾ. അത് തീരാതെ കണ്ട് നമുക്ക് ഭഗവാനിൽ ലയിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ആ സംസാര ദുഃഖം തീരണമെങ്കിൽ എന്ത് ചെയ്യണം? അത് തീരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് പറഞ്ഞു? നിങ്ങൾ രാക്ഷസന്മാരായിട്ട് ഭൂമിയിൽ ജനിക്കൂ, ഞാൻ തന്നെ ശ്രീരാമനായിട്ട് വന്നിട്ട് നിങ്ങളെയൊക്കെ രാക്ഷസ ശരീരികളായ നിങ്ങളെ ആ ശരീരത്തിൽ നിന്ന് മോചിപ്പിച്ച് മോക്ഷം നൽകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ പറയുന്നത് ശ്രീരാമന് ശ്രീ പരമേശ്വരനെയാണ് പറഞ്ഞത്, ഞാൻ തന്നെയാണ് രാമനായിട്ട് വരണേന്ന്. അപ്പോൾ പറയാം, എല്ലാത്തിലിരിക്കുന്ന ഭാവം ഒന്ന് തന്നെയാണ്. രാമനായതും കൃഷ്ണനായതും മഹാദേവനായതും എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് പറയണു, എല്ലാം ഒന്നാണ്. ആ ഓരോരോ കാര്യങ്ങൾക്കായിട്ട് ഓരോന്നായിട്ട് നമ്മളുടെ മുമ്പിൽ ഓരോരോ ഭാവത്തിൽ ഈശ്വരൻ്റെ പല ചൈതന്യങ്ങൾ പല രൂപത്തിൽ പല ഭാവത്തിൽ ഭഗവാൻ തന്നെ പല വിധത്തിൽ നമ്മുടെ മുമ്പിൽ ലീലകളാടുകയാണ്. നമ്മളുടെ ജീവൻ്റെ ആ ഒരു ഗതിക്കനുസരിച്ച് ഏതൊരു രൂപത്തോടാണോ കൂടുതലായിട്ട് നമുക്കൊരു മമത്വം തോന്നണത് അല്ലേ? ചിലവർക്ക് കൃഷ്ണനോടാവും ഇഷ്ടം, ചിലവർക്ക് ശിവനോടാവും ഇഷ്ടം, ചിലവർക്ക് മുരുകനോടാവും ഇഷ്ടം,
ഏതായാലും ഏതു രൂപത്തിലായാലും സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി. എല്ലാം ആ സാക്ഷാൽ ആ ഭഗവാനിൽ, ആ ബ്രഹ്മത്തിലാണ് ചെന്ന് ചേർന്നത്. ഏതു രൂപത്തിലായാലും വേണ്ടില്ല. അപ്പോൾ ബാക്കിയുള്ള രൂപഭേദങ്ങൾ വെച്ചാൽ ഓരോന്നിനും ഓരോ സങ്കല്പങ്ങളുണ്ട്. വിഘ്നങ്ങൾ തീർക്കാനായിട്ട് വിഘ്നേശ്വരൻ, വിദ്യയുടെ അധിഷ്ഠാന ദേവതയായിട്ട് സരസ്വതി, ലക്ഷ്മി സമ്പത്തിൻ്റെ. അപ്പോൾ അവരൊക്കെ നമ്മൾ ആശ്രയിക്കുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ആശ്രയിക്കുക. വിദ്യയ്ക്ക് വേണ്ടിയിട്ട് ആശ്രയിക്കാം, നമ്മുടെ കാര്യങ്ങളൊക്കെ നേരെയായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ആശ്രയിക്കാം, അതുപോലെ ധനം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ആശ്രയിക്കാം. അങ്ങനെ പല വിധത്തിലും നമ്മൾ ആശ്രയിക്കുന്നു. പക്ഷേ സാക്ഷാൽ പരബ്രഹ്മമൂർത്തിയായിട്ടുള്ള ശ്രീകൃഷ്ണ പരമാത്മാവിനെ മുക്തിക്ക് വേണ്ടി ആശ്രയിക്കണമെങ്കിൽ ആ ശ്രീകൃഷ്ണ പരമാത്മാവാണ് ഒന്നിനോടും ലൗകികമായിട്ട് നമുക്ക് സുഖം തരണ ഒന്നിനോടും ഒരു ആഗ്രഹമില്ലാണ്ട് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ മനസ്സ് രമിക്കാൻ വേണ്ടി മാത്രം ഗോപികമാർ പറഞ്ഞ പോലെ കൃഷ്ണകഥകളും കൃഷ്ണനാമങ്ങളും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കൃഷ്ണനെ വേണ്ട എന്ന് പറഞ്ഞു ഗോപികമാർ. രൂപം തന്നെ ഞങ്ങൾക്ക് വേണ്ട, ഭഗവാനെ വേണ്ട, കൃഷ്ണനെ വേണ്ട. ഞങ്ങൾക്ക് കൃഷ്ണൻ ഞങ്ങളെ സ്നേഹിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് ആ കൃഷ്ണനാമങ്ങൾ, അതുപോലെ ഉള്ളിൽ തെളിഞ്ഞ കൃഷ്ണൻ്റെ കൃഷ്ണ ബ്രഹ്മ ആനന്ദം പകർന്നു കൊടുത്തിട്ടാണല്ലോ പോയത്. ആ ആനന്ദത്തിൽ നാമം ജപിച്ചാൽ മാത്രം മതി എന്ന് ഗോപികമാർ കാണിച്ചു തരുന്നു. അപ്പം അതുപോലെ നമുക്ക് സംശയിക്കേണ്ട, ഏത് ഭാവത്തിൽ നിന്ന് നമ്മളെ അനുഗ്രഹിക്കേണ്ടതും ഒരേ ചൈതന്യം തന്നെയാണ്. നമ്മളുടെ ആ പൂർവജന്മഗതമായ വാസന കൊണ്ട് ഏത് രൂപത്തിനോടാണോ കൂടുതൽ മനസ്സ് രമിക്കുന്നത് അതേ രൂപത്തെ തന്നെ ധ്യാനിക്കണം. എല്ലാവരും പറയണം ശ്രീകൃഷ്ണ പരമാത്മാവിനെ ധ്യാനിച്ചാൽ ആ മുക്തി കിട്ടുക എന്ന് പറഞ്ഞാൽ, എന്നാൽ എല്ലാവരും നമുക്കിഷ്ടം എത്രയായാലും നമ്മുടെ മനസ്സ് രമിക്കുന്നത് മഹാദേവനിലാണ്. പക്ഷേ ഇങ്ങനെയാവുകൊണ്ട് അങ്ങനെയല്ല. ഏതിലാണോ ഭഗവതിയാണോ ഭഗവതി, ഏതിലാണോ മനസ്സ് രമിക്കുന്നത് അതേ ഭാവത്തിനെ മനസ്സിൽ നിറച്ചിട്ട് നാമം ജപിച്ച്. അങ്ങനെയല്ലേ ഗോപികമാരെന്താ ചെയ്തേ? ആ കാത്യായനി ദേവിയെ സ്തുതിച്ചു. കാരണം അമ്മയിൽ നിന്നാണ് അനുഗ്രഹം കിട്ടണം എന്ന് വിചാരിച്ചിട്ട് ആ ലോകമാതാവായ അമ്മോടാണ് പറഞ്ഞത്, കാത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ കുരുതേ നമാന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ അനുഗ്രഹം നൽകാൻ വന്നതാരാണ്? സാക്ഷാൽ ആ ശ്രീകൃഷ്ണ ഭഗവാനാണ്. അപ്പോൾ ഏതായാലും നമ്മുടെ ആ പ്രാർത്ഥന ഏതായാലും അതിന് ആ രൂപത്തിൽ തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ നമുക്കത് ആ മനസ്സിൽ, ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ, നമഃശിവായ ജപിച്ച് നടന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഹരേരാമിയായിട്ട് മാറണമെന്ന്. അത് ചെല്ലുമ്പോഴാണ് അപ്പോഴാണെന്ന് വെച്ചാൽ അപ്പം അത് മതി എന്നത്. ആ മഹാത്മാക്കൾ വന്ന് നമ്മളെ, ഈശ്വരൻ തന്നെ മഹാത്മാക്കളുടെ രൂപത്തിൽ വന്ന് നമ്മളോട് ബോധിപ്പിക്കുന്നു. അതുപോലെ ഏതൊരു നാമമാണോ നാവിൽ വഴങ്ങണത്, ഏതൊരു നാമം ജപിക്കുമ്പോഴാണോ നമുക്ക് ആ ആനന്ദം അനുഭവിക്കാൻ സാധിക്കുന്നത്, ആ നാമത്തെ ജപിക്കുക. കലി സന്തരണ ഉപനിഷത്ത് മന്ത്രം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ ജപിക്കാൻ പറ്റുന്നൊരു മന്ത്രമാണ്. ഇനിയിപ്പോൾ എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഏതാ ജപിക്കേണ്ടതെന്ന് അറിയില്ല, എനിക്ക് തീർച്ചയായിട്ടും അത് ജപിക്കുക വേണ്ടേ. കാരണം കലികാലത്തിൻ്റെ എല്ലാ ദോഷങ്ങളും തീരാൻ ഈ സന്തരണ ഉപനിഷത്ത്, കലിയെ സന്തരണം ചെയ്യാൻ പറ്റുന്നതാണ് ആ മന്ത്രം. ഭഗവാൻ തന്നെ ഉപദേശിച്ച മന്ത്രമാണ് അതിൽ. അപ്പോൾ അങ്ങനെ അനുഗ്രഹിച്ചപ്പോൾ പറഞ്ഞു, ശരീരം, ഇന്ദ്രിയം, മനസ്സ്, പ്രാണൻ, ബുദ്ധി, അഹങ്കാരം തുടങ്ങിയവയ്ക്കെല്ലാം സാക്ഷിയാകണത് ആരാ? പരമാത്മാവാണ്. അപ്പോൾ അതുകൊണ്ട് അതിലൊക്കെ അതുപോലെ സ്വപ്നം, ജാഗ്രത, സുഷുപ്തി എന്നീ അവസ്ഥകൾക്ക് മീതെ എല്ലാത്തിനും സാക്ഷിയായിട്ട് ഏകനും അവ്യയനും ആയിട്ടുള്ള ആ സച്ചിദാനന്ദമായിട്ടുള്ള പരമാനന്ദമായിട്ടുള്ള ആ പരബ്രഹ്മമാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ബാല്യം, കൗമാരം തുടങ്ങിയ അവസ്ഥകളൊക്കെ വന്നു പോവുകയുള്ളൂ അല്ലേ. അത് പ്രഭാതം, മധ്യാഹ്നം എന്നുള്ള കാലഭേദങ്ങളൊക്കെ അത് സാക്ഷിയായിട്ട് നിൽക്കുകയാണ്. അതിനൊക്കെ മീതിയാണ് പരമാത്മാവുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആ ബ്രഹ്മത്തെ ധ്യാനിക്കുന്നവർക്ക് മോക്ഷം സിദ്ധിക്കുന്ന, വേറെ ഒന്നിനും അല്ലാണ്ട് ഈശ്വരനെ മാത്രം ഭജിക്കുക, വേറൊന്നും ആഗ്രഹിക്കേണ്ട. ജീവിതത്തിൽ എന്തൊക്കെയാണോ വന്നു ചേരുന്നത് അത് നമ്മുടെ കർമ്മപ്രാരാബ്ധങ്ങൾക്കനുസരിച്ച് വന്നു ചേരുക തന്നെ ചെയ്യും. അതിനെ ലംഘിക്കാൻ പറ്റില്ല. കാരണം അത് പൂർവ്വകർമ്മമായിട്ട് നമ്മൾ ആർജിച്ചു വച്ചതാണ് അല്ലേ.
കയ്യ് തീയിൽ തൊടാണ്ട് നോക്കാം അല്ലേ, തീയിൽ തൊടരുത്, അവിടെ തീയുണ്ട് എന്ന് പറയണു. തീയിൽ തൊടാണ്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ കൈ പൊള്ളാണ്ടിരുന്നാൽ രക്ഷപ്പെട്ടു. പക്ഷേ തീയിൽ വീണിട്ട് കയ്യോ കാലോ പൊള്ളിയെന്നുണ്ടെങ്കിൽ അത് ഉണങ്ങാണ്ട് രക്ഷയില്ല. എന്ത് തന്നെ ചെയ്താലും, ഇനി തീ തൊടാണ്ട് നോക്കിയാലോ, എന്തു തന്നെ ചെയ്താലും ആ പൊള്ളലോ ഉണങ്ങണവരെ അതുകൊണ്ട് നമ്മൾ പൂർവ്വജന്മമായിട്ട് ആർജിച്ചു വെച്ചാർന്ന കർമ്മപ്രാരാബ്ധങ്ങൾ തീരണവരെ നമ്മൾ അത് അനുഭവിക്കാനുള്ള നിവൃത്തിയൊന്നുമില്ല. പക്ഷേ ആ തീപ്പൊള്ളൽ ഉണ്ടെന്നുണ്ടെങ്കിലും ആ പൊള്ളൽ തീരണവരെ അതിനെ വെണ്ണയിട്ടോ എന്തെങ്കിലും മരുന്നുകളൊക്കെ ഇട്ടിട്ടോ അതിന് ആശ്വാസം നൽകാൻ പറ്റും. അതിനെ നമുക്ക് വേണ്ടതുപോലെ അതിൻ്റെ തീവ്രത കുറയ്ക്കാൻ പറ്റും. അതാണ് പറയണത്, ആ തീവ്രത കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ലോകകാരണനായിട്ടുള്ള ശ്രീരാമദേവൻ അങ്ങനെ ഉപദേശിച്ചിട്ട് മോക്ഷമൊക്കെ നൽകി. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ലക്ഷ്മണൻ സീതാദേവിയോട് കൂടി വന്നു. അപ്പോൾ സീതാദേവി നോക്കിയപ്പോൾ ഭഗവാന്റെ ശരീരത്തിന് മുഴുവനും ചോര പൊടിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ദേവിയുടെ കയ്യിൽ അമൃതാണെന്നാണ് പറയണത്. ആ അമൃതമുള്ള കൈകളെ കൊണ്ട് തലോടിയിട്ട് അതെല്ലാം മുറിവുകളെല്ലാം ഉണക്കിയിട്ട് മാറ്റി കളയുകയാണ് ചെയ്തത്. പിന്നെ ലക്ഷ്മണനോട് പറഞ്ഞു, ഇത്ര 14,000 രാക്ഷസന്മാരും ഖരദൂഷണ തൃശ്ശിരാക്കളൊക്കെ അവരെയൊക്കെ വധിച്ചു എന്നുള്ള കാര്യം ആ മുനിസത്തമന്മാരോട് ചെന്ന് പറയൂ. അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞങ്ങൾ രക്ഷിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായല്ലോ, അവരോട് ചെന്നിട്ട് അറിയിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവരോട് ചെന്ന് ഇതൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് സന്തുഷ്ടരായി. അപ്പോൾ അവർക്ക് ഇനി അറിയാം, രാക്ഷസന്മാരുടെ മായയൊക്കെ അറിയുന്നവരാണ് മഹാത്മാക്കൾ. അപ്പോൾ അതുകൊണ്ട് ആ മായയെ ജയിക്കാൻ വേണ്ടിയിട്ട് ഉള്ള അനുഗ്രഹവും പിന്നെ 3 പേർക്കും ധരിക്കാൻ മോതിരം, ചൂടാരത്നം, പടച്ചട്ടയൊക്കെ നൽകിയിട്ട് അനുഗ്രഹിച്ചു. അപ്പോൾ ആ മോതിരം ശ്രീരാമചന്ദ്രപ്രഭു സ്വീകരിച്ചു, ചൂടാമണി സീതാദേവി സ്വീകരിച്ചു. ലക്ഷ്മണന് വേണ്ടിയിട്ട് ആ പടച്ചട്ട ലക്ഷ്മണന് കൊടുത്തു. അങ്ങനെ പിന്നീട് കാണുന്ന രംഗം രാവണൻ്റെ അടുത്തേക്ക് ശൂർപ്പണഖ ചെല്ലണതാണ്. ഓരോ സന്ദർഭവും വായിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധയോട് കൂടിയിട്ട് അതിനെ വായിക്കണം കേട്ടോ. അവിടെ ചെന്നിട്ട് കരയുമ്പോൾ ചോദിച്ചു, ഇതാരാണ് ഇങ്ങനെ ചെയ്തത്, ആരാണ്, ഇന്ദ്രനാണോ, കാലനാണോ, വരുണനാണോ, കാലനോ, കുബേരനോ, ആരാ ചെയ്തത്, ആരായാലും ഞാൻ അവരെ വധിക്കും എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു. അപ്പോൾ പറയണത്, നീ വിഡ്ഢിയാണ്, ഭ്രാന്തനാണ്, സ്ത്രീജിതനാണ് എന്നൊക്കെ പറയുന്നു. ആ സ്ത്രീകളോട് കൂടുതലൊരു രാവണനുണ്ടെന്ന് ശരിക്കും ആർക്കറിയാം? ഈ ശൂർപ്പണഖയ്ക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നീ നീയൊന്നും അറിയാണ്ട് ഇവിടെ കിടന്നോളൂ, സ്ത്രീ സേവ ചെയ്ത് നിന്നോളൂ. ഖരദൂഷണ തൃശ്ശിരാക്കളും 14,000 രാക്ഷസന്മാരൊക്കെ മരിച്ചു എന്ന് പറഞ്ഞു. അതെങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ രാമബാണങ്ങളെ കൊണ്ടാണ്. ആരാണ് രാമൻ എന്നൊക്കെ ചോദിക്കുന്നത്, എന്താ കൊല്ലാൻ കാരണം എന്ന് ചോദിക്കുമ്പോൾ ശൂർപ്പണഖയ്ക്ക് തോന്നുകയാണ്, ഇപ്പോൾ എൻ്റെ ഒരു കഥ, ഞാൻ രാമനെ മോഹിച്ച് ചെന്നു അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് വേണ്ട പോലെ ശ്രീജിതൻ എന്നുള്ളതുണ്ടല്ലോ, അതിനെ വേണ്ട പോലെ അങ്ങോട്ട് ഉൾക്കൊണ്ടോളണം എന്നില്ല. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അപ്പോൾ തീവ്രമായിട്ട് അതിനെ ഏറ്റെടുക്കണം, ഇവരെ വധിക്കേണ്ട കാര്യം. അതിന് വേണ്ടിയിട്ട് ആ സത്യത്തെ മാറ്റിയിട്ട് പറയുകയാണ്. അവിടെ രാമൻ്റെ, ഞാൻ അങ്ങനെ പഞ്ചവടിയിലൂടെ പോകുമ്പോൾ ഒരു ആശ്രമം കണ്ടു. അതെന്താണെന്നറിയാം. അവിടെ ചെന്നപ്പോൾ അവിടെ താപസവേഷത്തിലെ പത്നി സമേതനായിട്ട് ശ്രീരാമനെയും ലക്ഷ്മണനെയൊക്കെ കണ്ടു. ഞാൻ അവിടെ ചെന്നപ്പോൾ ആ രാമൻ്റെ മടിത്തട്ടിൽ സുന്ദരിയായിട്ടൊരു സ്ത്രീ ഇരിക്കണ കണ്ടു. അതുപോലൊരു സുന്ദരി ഈ ത്രിലോകത്തിലില്ല. ദേവരിലോ ഗന്ധർവനിലോ നാഗത്തിലോ മനുഷ്യവർഗത്തിലോ ഒന്നുമില്ല. ലക്ഷ്മിയും ശ്രീപാർവതിയും സരസ്വതിയൊക്കെ അവളുടെ സൗന്ദര്യത്തിൻ്റെ മുമ്പിൽ ഒന്നുമല്ല. എന്തിനാ പറയണേ, കാമദേവൻ പോലും നാണിച്ച് നിൽക്കും അവളുടെ സൗന്ദര്യം കണ്ടാൽ, അത്രയും സുന്ദരിയാണ്. അപ്പോൾ അവളുടെ ഭർത്താവാകുന്ന പുരുഷൻ ലോകത്തിൻ്റെ മുഴുവൻ ആവണമല്ലാണ്ട് ഈ കാട്ടിലിങ്ങനെ അലഞ്ഞു തിരിയണ ഒരാളുടെ ഭാര്യ ആയിരിക്കാനല്ല. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി, എൻ്റെ സഹോദരന് ഇവൾക്ക് ഒക്കും എന്ന് തോന്നി. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് ഇങ്ങ് കൊണ്ടുപോരാൻ ഞാൻ ഒരുങ്ങിയപ്പോൾ ആ രാമൻ്റെ നിയോഗപ്രകാരം ലക്ഷ്മണനാണ് ഇങ്ങനെ ചെയ്തത് എന്ന്. അപ്പോൾ അവിടെ കഥ മാറി പറയുകയാണ് ചെയ്തത്. കാരണം എന്താ, ആ തീവ്രത ഉണ്ടാവാൻ ആ സ്ത്രീലമ്പടനാണ്. അതാണ് ഓരോരുത്തരുടെ വീക്ക് പോയിൻ്റ് അനുസരിച്ചിട്ട് സ്വന്തം കാര്യം നടക്കാൻ പലതും പറയും. ആ വാക്കുകൾ കേട്ടിട്ട് തുള്ളിച്ചാടി പുറപ്പെട്ടാൽ നാശം ഉണ്ടാവുള്ളൂ.
അത് അല്ലേ, ചില ആൾക്കാരെ പുകഴ്ത്തണത് വലിയ ഇഷ്ടവും. അവരെങ്ങനെ വാനോളം പുകഴ്ത്തി 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 അവനവൻ്റെ കാര്യം നേടാൻ വേണ്ടിയിട്ടാണ് പുകഴ്ത്തണേന്ന് ഇത് കേൾക്കണവരറിയില്ല. അങ്ങനെ പുകഴ്ത്തിയിട്ട് ആ സ്വന്തം കാര്യങ്ങൾ നേടാനായിട്ട് നടക്കണം. അപ്പോൾ അങ്ങനെയുള്ളവരുടെ വാക്കുകൾ, പ്രത്യേകിച്ചും രാക്ഷസ രാജാവാണ് അല്ലേ, ആ രാജാവ് പ്രവർത്തിക്കേണ്ട പോലെയാണോ പ്രവർത്തിക്കണേന്നൊക്കെ ഒന്ന് ചിന്തിച്ചിട്ടൊക്കെ വേണ്ടത്. ഇതെന്ത് ചെയ്തു, ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ ഏതിലാണോ. അപ്പം നമുക്ക് നമ്മളെപ്പോഴും ജാഗരൂകരായിട്ടിരിക്കണം. ഏത് അവസ്ഥയിലിരിക്കുമ്പോഴും നമ്മളോടൊരാൾ നമുക്ക് പ്രിയപ്പെട്ടത് ചെയ്യുക എന്നുള്ള ഭാവത്തിൽ അവരുടെ കാര്യം നേടാനാണ് അവർ ചെയ്യണേ. അതൊക്കെ നമ്മൾ ഓരോന്നും ഓരോ വരികളും രാമായണത്തിൽ നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ളതാണ്. എപ്പോഴും ജാഗരൂകരായിട്ടിരിക്കണം. എത്ര നമുക്ക് പ്രിയപ്പെട്ടവരായാലും ആര് നമ്മളോട് എന്ത് പറയുമ്പോഴും വീണ്ടും വിചാരത്തോടു കൂടിയിട്ട് വിവേകത്തോടു കൂടിയിട്ട് ഒന്ന് ചിന്തിക്കാതെ കണ്ട് എടുത്ത് ചാടി പുറപ്പെട്ട് ചെയ്യരുത്. ദശരഥ മഹാരാജാവും അതെ അങ്ങനെയല്ലേ. ദശരഥ മഹാരാജാവ് സത്യം ചെയ്യണവരെ കൈകേയി പറഞ്ഞില്ല. സത്യവ്രതനാണെന്നുള്ളത് അറിയാം. അവിടെ അതാണ് സത്യം ലംഘിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് സാധിക്കില്ല. അതാർക്കറിയാം? കൈകേയിക്ക് അറിയാം. എന്തെല്ലാം ചോദിച്ചിട്ടും കൈകേയി പറഞ്ഞില്ല. അവസാനം രാമനെ കൊണ്ട് സത്യം ചെയ്യിച്ചു. രാമപാദങ്ങളാണേ സത്യം എന്ന് പറഞ്ഞപ്പോൾ വേഗം കൈകേയി എണീറ്റിരുന്നു. അതുവരെ എണീറ്റിരുന്നില്ല, അതുവരെ കരഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ ഇനി രാമൻ്റെ ആ സത്യത്തിനെ ഒരിക്കലും ദശരഥൻ ലംഘിക്കില്ല, സത്യവ്രതനാണ് എന്ന് മനസ്സിലായി. അപ്പോൾ അതുപോലെയാണ് പ്രവർത്തിച്ചത്. അപ്പോൾ ആ സത്യം ചെയ്യുമ്പോൾ അപ്പോൾ രാജാവാണ്, താൻ സത്യം ചെയ്ത് കൊടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം അല്ലേ. അതുപോലെ 3 വരം കൊടുത്തപ്പോൾ ആ 3 വരം തരാമെന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങൾ ഏതെങ്കിലും വരം അങ്ങോട്ട് ഇപ്പോൾ ഇങ്ങനെ ഇന്നതുണ്ടാവട്ടെ. ഇപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ അനുഗ്രഹിക്കുമ്പോൾ ആ 3 വരങ്ങൾ കൊടുക്കുന്ന നേരം ഐശ്വര്യം ഉണ്ടാവട്ടെ, സമ്പത്ത് ഉണ്ടാവട്ടെ, അങ്ങനെ അനുഗ്രഹിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇഷ്ടമുള്ള 3 വരം തരാം എന്ന് പറഞ്ഞാൽ അത് പിന്നേക്ക് മാറ്റി വയ്ക്കേണ്ട അവസ്ഥയിലേക്ക് കൊണ്ടുവന്നതും അപ്പോഴും വീണ്ടും വിചാരമില്ലാണ്ട് ചെയ്തതൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഓരോന്നും വീണ്ടും വിചാരത്തോടു കൂടി ചെയ്തില്ലെങ്കിൽ അതൊക്കെ നമുക്ക് നമ്മളുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ നോക്കിക്കോളൂ. നമ്മളുടെ പ്രവർത്തികളാണ്, നമ്മൾ വീണ്ടും വിചാരമില്ലാണ്ട് ചെയ്യുന്ന പ്രവർത്തികളോ വാക്കുകളോ ഒക്കെയാണ് നമുക്ക് വിപരീതമായിട്ട് വരണത്. നമ്മൾ ഓരോ കാര്യം നമ്മളോട് വരുമ്പോഴും നമുക്ക് തോന്നുന്നത് അത് ശരിയാണെന്ന് തോന്നിയിട്ടൊക്കെയോ നമ്മൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. അപ്പോൾ അത് എന്ത് പറയണം എന്ത് പറയണ്ട അതൊക്കെ ഉണ്ട്. സത്യം ബ്രൂയാത് പ്രിയം ബ്രൂയാത് ന ബ്രൂയാത് സത്യം അപ്രിയം. സത്യം പറയണം, ശരിയാണ്, സത്യം പറയണം. പക്ഷേ എല്ലാ ദിക്കിലും സത്യം പറയാൻ നിൽക്കാൻ പാടില്ല. ചില സത്യങ്ങൾ കണ്ടാലും നമുക്ക് അവിടെ മൗനം പാലിക്കേണ്ടതായിട്ട് വരും. പ്രിയം പറയണം. ആ പ്രിയം പറയാൻ വെച്ചാൽ എങ്ങനെയാ ദോഷങ്ങളാവണ പോലെയല്ല പ്രിയം ആയിട്ട് പറയേണ്ടത്. അപ്പോൾ അപ്രിയമായ സത്യങ്ങളെ പറയാണ്ടിരിക്കുക. നമുക്ക് സത്യങ്ങൾ ചിലതുണ്ടാവും, അതിനോട് നമ്മൾ പ്രതികരിക്കാൻ നിന്നാൽ അത് നമുക്ക് എന്നല്ല, ചിലപ്പോൾ നമ്മളൊരാൾ ചെയ്യുന്ന പ്രവൃത്തിയെ കൊണ്ട് നമ്മുടെ വീടിനോ നാടിനോ ഒക്കെ നാശം വന്നു വരും. അപ്പം അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും ശ്രദ്ധിക്കണം. നമ്മൾ ഓരോന്നിനെ സ്വീകരിക്കുമ്പോഴും അല്ലെ ഓരോരുത്തരിങ്ങനെ പറയുമ്പോഴും മന്ധരയുടെ വാക്കുകൾ കേട്ടിട്ടാണ് കൈകേയിയുടെ ഉള്ളിൽ വിഷം കുത്തി നിർത്തത്. മന്ധരയുടെ വാക്കുകൾ കേട്ടിട്ടാണ്. മന്ധര പറഞ്ഞ വാക്കുകൾ കേട്ട് നമ്മളോടൊരാൾ പറഞ്ഞ് നമ്മുടെ മനസ്സിനെ തിരിക്കുക എന്നുള്ള പോലെ ആ മന്ധരയുടെ വാക്കുകൾ കേട്ടിട്ടാണ്. അപ്പോൾ ഇത് മറ്റുള്ളവർ നമുക്ക് വിവേചന ബുദ്ധിയൊക്കെ ഈശ്വരൻ തന്നിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ ചിന്തിച്ചിട്ടല്ലാതെ കണ്ട് ഒരാളുടെ വാക്കുകൾ കേട്ടുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതൊക്കെ അപകടത്തിലേക്ക് നയിക്കും എന്നുള്ളതാണ് ഓരോന്നും നമുക്ക് കാണിച്ചു തരുന്നത്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഹരേ രാമ ഹരേ രാമ ആരും ചായയൊന്നും കുടിക്കാണ്ടാണോ വന്നത്? ഒരൊച്ച കേൾക്കാനോ നാമം ജപിക്കാൻ സംശയിച്ച് ചെല്ലുക. അതെന്താ? ഉറക്കം ചൊല്ലി നോക്കൂ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ജാനകീ ജീവനസ്മരണം.
ഭസ്മമാക്കിയിടും പിണങ്ങിടുകിൽ വിഷം ക്ഷണാൽ വിസ്മയം രാമനുടെ വിക്രമം വിചാരിച്ചാൽ കന്നൽ നേർമിഴിയാളാം ജാനകി ദേവി അപ്പോൾ നിന്നുടെ ഭാര്യയാകിൽ ജന്മസാഫല്യം വരും തൽസാകാശത്തിങ്കൽ ഹരേഷ്ണ ഇതെന്താ വായിക്കുക? കന്നൽ നേർമിഴിയാളാം ജാനകി ദേവിയെപ്പോൾ നിന്നുടെ ഭാര്യയായാൽ ജന്മസാഫല്യം വരും തൽസാകാശത്തിങ്കലാക്കിയിടുവാൻ തക്കവണ്ണം ഉത്സാഹം ചെയ്തിടുകിൽ എത്രയും നന്നു ഭവാൻ തൽസാമർത്ഥ്യങ്ങളെല്ലാം പത്മാക്ഷിയാകും അവൾ ഉത്സംഗേ വസിക്കൊണ്ടാകുന്നു ദേവരാധേ രാമനോടേറ്റാൽ നിൽപ്പാൻ നിനക്കു ശക്തി പോരാ കാമവൈരിക്കും നേരെ നിൽക്കരുതെതിർക്കുമ്പോൾ മോഹിപ്പിച്ചൊരു ജാതി മായയാ ബാലന്മാരെ മോഹനാഗാത്രി തന്നെ കൊണ്ടുപോരുകയുള്ളൂ സോദരീ വചനങ്ങൾ ഇങ്ങനെ കേട്ട ശേഷം സാദരവാക്യങ്ങളാൽ ആശ്വസിപ്പിച്ചു ദൂർണം തന്നെ മണിയറാത നിലകമ്പുക്കാൻ വന്നതില്ലേതും നിദ്രാചിന്തയുണ്ടാകുക മൂലം എത്രയും ചിത്രമെന്നോർത്താളാമിതാമൊരു മധ്യനെന്ന 3:45 നാഴിക നേരം കൊണ്ടു ശക്തനാം നക്തഞ്ചര പ്രവരൻ ഖരന്താനും യുദ്ധവൈദ്യഗ്രാമേറും സോദരരിരുവരും പത്തികൾ 14,000 മുടിഞ്ഞുപോൽ വ്യക്തവും മനുഷ്യനല്ല രാമനെന്നതു നൂനം ഭക്തവത്സലനായ ഭഗവാൻ പൽപേക്ഷണൻ മുക്തിദാനൈകമൂർത്തി മുകുന്ദൻ ഭക്തപ്രിയൻ ദാതാവ് മുന്നം പ്രാർത്ഥിച്ചൊരു കാരണമെന്നു ഭൂതലേര രഘുകുലെ മർത്യനായി പിറന്നപ്പോൾ എന്നെ കൊല്ലുവാനൊരുമ്പെട്ടുവനെന്നാകിലോ ചെന്നു വൈകുണ്ഠരാജ്യം പരിപാലിക്കാമല്ലോ അല്ലെങ്കിൽ എന്നും വാഴം രാക്ഷസരാജ്യമെന്നാൽ അല്ലലിൽ ഒന്നുകൊണ്ടും മനസ്സി നിരൂപിച്ചാൽ കല്യാണപ്രദനായ രാമനോട് ഏൽക്കുന്നതിന് എല്ലാ ജാതിയും മടിക്കേണ്ട ഞാനൊന്നുകൊണ്ടും മിഥമാത്മനി ചിന്തിച്ചുറച്ചു രക്ഷോനാഥൻ തത്വജ്ഞാനത്തോടുകൂടി അത്യാനന്ദവും പൂണ്ടാൻ സാക്ഷാൽ ശ്രീനാരായണൻ രാമനെന്നറിഞ്ഞതാ രാക്ഷസപ്രവരനും പൂർവവൃത്താന്തമോർത്താൻ വിദ്വേഷബുദ്ധിയ രാമൻ തന്നെ പ്രാപിക്കയുള്ളൂ ഭക്തി കൊണ്ട് എന്നിൽ പ്രസാദിക്കയില്ല അഖിലേശൻ ജാനകി ജീവനസ്മരണം വീണ്ടും ഉറങ്ങി. അപ്പോൾ ഇവിടെ വീണ്ടും വിചാരമുണ്ടോ വെച്ചാൽ വിചാരമുണ്ട്. നമ്മളുടെയൊക്കെ വിചാരം അങ്ങനെയാണ്. നമ്മളൊക്കെ അതെ ഭഗവാനെ പ്രാർത്ഥിച്ചു. നമ്മുടെ ജീവിതത്തിലൊരു കാര്യം വരുമ്പോൾ എന്ത് ചെയ്യാനാ? നമ്മുടെ വിധി ഇങ്ങനെയാണ്. ഈശ്വരനല്ലേ ഇങ്ങനെ സൃഷ്ടിച്ചേ, ഈശ്വരൻ്റെ അതുകൊണ്ടല്ലേ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചിട്ടല്ലല്ലോ, ഭഗവാൻ വിചാരിക്കണ പോലെയല്ലേ എന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ആ ഭഗവാനിലേക്ക് അതെ നമ്മളും ഇങ്ങനെയൊക്കെ ചിന്തിക്കും വീണ്ടും വിചാരം. അപ്പോൾ അങ്ങനെ എല്ലാം അങ്ങനെ ചിന്തിക്കുക ചെയ്യണം. ഇവിടെ ഭഗവാൻ പറയാണ് ഇങ്ങനെ 3 ഭഗവാൻ തന്നെയാണ്, അത് രാമനാണ്. അപ്പോൾ ആ രാമൻ ജയിക്കാൻ പറ്റിയ ജയിക്കാം എന്നുള്ള വിധത്തിൽ ഈശ്വരനാണെന്ന് അറിഞ്ഞിട്ട് സർവവും സമർപ്പിച്ച് ആ ഈശ്വരനാണെന്ന് പറഞ്ഞ് നമുക്ക് എല്ലാം അങ്ങോട്ട് നമ്മുടെ അഹംബുദ്ധി നമസ്കരിക്കാനായിട്ട് നമ്മളെ സമ്മതിക്കണില്ല. നമ്മളിങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ വരുമ്പോൾ ചിന്തിച്ച് കഴിഞ്ഞ് ഞാൻ എന്നുള്ള പൂർണ്ണമായിട്ട് അങ്ങോട്ട് സമർപ്പിക്കാൻ സാധിക്കാണ്ട് വരികയാണ്. എപ്പോഴും ആ രാമനോട് ഏറ്റിട്ട് ജയിക്കാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ രാമനോട് നമസ്കരിച്ച് കഴിഞ്ഞാൽ രാമൻ്റെ ആ അനുഗ്രഹം കൊണ്ട് എൻ്റെ വംശനാശം സംഭവിക്കാണ്ടിരിക്കാൻ ഞാനൊരാൾ വിചാരിച്ചാൽ മതി. ഞാൻ ആ രാമനെ ചെന്ന് നമസ്കരിക്കുക. അപ്പോൾ സത്യം രാമനീശ്വരനാണ്, എന്നെ വധിക്കാൻ വന്നതാണെന്നുള്ളൊക്കെ സത്യമൊക്കെ ഉള്ളിൽ ബോധിക്കണം. വരം മേടിച്ച ആൾക്ക് അത് ബോധ്യം ഉണ്ടാവുമല്ലോ. എങ്കിൽ ആ രാമനെ ചെന്ന് നമസ്കരിക്കുക എന്ന് പറയുമ്പോൾ ആ ദുരഭിമാനം സമ്മതിക്കണില്ല, അല്ലേ? ഞാൻ അഹം എന്നുള്ള ഭാവം സമ്മതിക്കണില്ല. അതുകൊണ്ട് പിന്നെ അതുമാത്രമല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ ഉറക്കം വരാണ്ട് കിടക്കേണ്ടത് എന്താ? ഉള്ളിൻ്റെ ഉള്ളിൽ ആ സീതാ സൗന്ദര്യം വല്ലാണ്ട് കേട്ട പാടെ തന്നെ മനസ്സ് ആ സീതയിൽ
വല്ലാണ്ട് ആ കാമാവേശത്തോടു കൂടിയിട്ട് ആ സീതാദേവിയിലെത്തി. അപ്പം അതുകൊണ്ട് നമുക്ക് പറയാണ്, നമ്മളോട് പറയാണ്, ഈ കാണുന്ന സുഖങ്ങളൊക്കെ വെറുതെയാണ്, അത് ഒരു ക്ഷണം നശിച്ചു പോണതാണ്. ഈശ്വര സാക്ഷാത്കാരാണ് വേണ്ടത്, നാമം ജപിക്കുകയാണ് വേണ്ടത്, ഭാഗവതം വായിക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയും നമുക്ക് ഇതൊക്കെ വിട്ടുപോകാനൊരു മടി. ഇപ്പോൾ ഒരു കല്യാണത്തിന് പോകേണ്ട കാര്യമുണ്ട്, ആ കല്യാണത്തിന് പോകണോ നാമജപത്തിന് പോകണം. നാമജപം നാളെയാലും ജപിക്കാം, കല്യാണം എന്നല്ലേ ഉണ്ടാവുള്ളൂ. ആ കല്യാണത്തിന് നമുക്ക് പോവാം. കല്യാണത്തിന് പോയാൽ അവിടെ എന്താ സുഖം അനുഭവിക്കുക, അവിടെ നല്ല ആഹാരങ്ങൾ കിട്ടും. അങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിച്ച് നമുക്ക് എന്താ നാമജപത്തിന് വേണ്ട, കല്യാണത്തിന് പോവാം, അല്ലെങ്കിൽ ഉത്സവത്തിന് പോവാം. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ഭഗവാനെ വിട്ട് നമ്മളുടെ മനസ്സ് അതിലേക്ക് തിരിയാണ് ചെയ്യേണ്ടത്. ആ ഈശ്വരനെ ഈശ്വരനോടാണ് കൂടുതൽ അടുക്കേണ്ടതെന്ന് പറഞ്ഞാലും ലൗകികത്തിനോട് ആസക്തി നിൽക്കാത്തത് കൊണ്ട് നമ്മൾ ആ ലൗകിക സുഖം തേടി പോകണു. പക്ഷേ ആ കല്യാണത്തിന് പോയി ഇതുപോലെ തന്നെ ഭാഗവത സപ്താഹം നടക്കുകയാണ്. ഇത് ഉണ്ടാക്കി പറയണ കഥയല്ല കേട്ടോ, ഒരാളെന്നോട് പറഞ്ഞ കാര്യം, അത് ആളെ ആരെയൊന്നും പറയണില്ല. ഭാഗവത സപ്താഹം നടക്കുകയാണ്. അപ്പോൾ ഏറ്റവും വേണ്ടപ്പെട്ട കുടുംബത്തെ ഒരാളുടെ കല്യാണം. അപ്പോൾ കല്യാണത്തിന് പോകാനായിട്ട് സപ്താഹത്തിനെന്ന് വെച്ചാൽ അത്രയും കാത്തിരുന്ന് സപ്താഹം എന്താ കല്യാണത്തിന് പോകണം. അപ്പോൾ ബുദ്ധിമുട്ടി കല്യാണത്തിന് പോകുമ്പോൾ ചോദിച്ചു എന്തിനാ. അപ്പം അവരോട് പറഞ്ഞാൽ പോലെ ഇവിടെ സപ്താഹം നടക്കുകയാണെന്ന് പറയാം, നമുക്ക് ഇവിടെ നിന്നുകൂടെ, ഇത്രയും ദൂരേക്ക് പോകണ്ടേ, തിരുവനന്തപുരത്ത് എവിടെയും കണ്ടായിരുന്നു കല്യാണം. അപ്പോൾ ആളുടെ കയ്യിലാണെങ്കിൽ പോയി വരാനുള്ളൊരു ബുദ്ധിമുട്ടുമുണ്ട്. സാരല്ല, ആരോടെങ്കിലും എന്തെങ്കിലും കടം മേടിച്ച് എന്തെങ്കിലും കൊടുക്കുകയും വേണമല്ലോ, സമ്മാനം കൊടുക്കണ്ടേ. കടമൊക്കെ മേടിച്ച് സമ്മാനമൊക്കെ മേടിച്ച് സപ്താഹമൊക്കെ ഉപേക്ഷിച്ച് കല്യാണത്തിന് പോയി. അവിടെ ചെന്ന് എന്തോ ഒന്നോ രണ്ടോ വാക്ക് പറഞ്ഞിട്ട് ബന്ധുക്കളാവുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വെച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അപമാനിക്കപ്പെട്ടപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കരയേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു അവസ്ഥ എല്ലാവർക്കും വരില്ല. ശരിക്കും ഈശ്വരനോട് കൂടുതൽ അടുത്ത് നിൽക്കണവർക്ക് അങ്ങനെ ഒരു അവസ്ഥ വരുള്ളൂ. അതെന്താണെന്ന് വിചാരിച്ചാലേ ആ ഭഗവാൻ നമ്മളെ ബോധിപ്പിക്കുകയാണ്, ഭഗവാനെ വിട്ടുപോയാൽ ദുഃഖമാണെന്ന്. അല്ലാണ്ട് ഈശ്വരനോട് അടുത്ത് നിൽക്കാത്തവർക്കാണെങ്കിൽ അത് ബോധ്യമാവില്ല. ഈശ്വരനോട് കൂടുതൽ അടുത്ത് നിൽക്കുമ്പോൾ അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ പോയിട്ട് അങ്ങനെ ഒരു ദുഃഖം ഉണ്ടായെന്ന് വിചാരിച്ചാലും നമുക്കത് ബോധ്യമാവില്ല. ഇതിപ്പോൾ ഇതിനെ ഉപേക്ഷിച്ച് അവിടെ ചെന്നിട്ട് ഈ അനുഭവം ഉണ്ടായപ്പോൾ എൻ്റെ അടുത്ത് വന്ന് കരഞ്ഞ് പറഞ്ഞു, എനിക്ക് ഇന്നലെ പറഞ്ഞ വാക്ക് കേട്ടാൽ മതിയായിരുന്നു, ഞാൻ പോയിട്ട് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അവനെ സാരല്ലേ, അത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം, എന്നെ വിട്ടു പോയ ദുഃഖം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് വിട്ടു പോകുമ്പോഴല്ലേ അറിയുള്ളൂ. ഇതുവരെ ആ ദുഃഖം ഉണ്ടാകുമ്പോഴാണ് സുഖത്തിൻ്റെ മഹത്വം അറിയുള്ളൂ. അതിനാണ് ദുഃഖം ഇല്ല വെച്ചാൽ നമ്മൾ സുഖിച്ച് അല്ലേ, വിശപ്പ് അറിയാണ്ട് എപ്പോഴും നല്ല നല്ല ആഹാരം കഴിച്ചിരിക്കുന്നവർക്ക് ആ വിശപ്പ് അറിയാത്തവർക്ക് ആ ആഹാരത്തിനോട് അത്ര പ്രിയം തോന്നില്ല, കാരണം സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. അതേസമയം 2 ദിവസം ഭക്ഷണിക്കിട്ട് കിടന്നാൽ അല്ലെങ്കിൽ എന്താ ആഹാരം കൊടുത്താൽ ഇതെനിക്ക് വേണ്ട എന്നും ഇതേ ഉള്ളൂ എന്ന്, ഇതെങ്കിലും എന്നും കിട്ടുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കില്ല. അതിനെങ്ങനെ പറഞ്ഞ് പക്ഷേ 2-3 ദിവസം ആഹാരം കഴിക്കാൻ സാധിക്കാത്തൊരവസ്ഥയിൽ വരുമ്പോൾ എന്താണുള്ളതെന്ന് വെച്ചാൽ അവർ കഴിച്ചോളും. വിശപ്പാണ്. അപ്പോൾ വിശപ്പിന് വേണ്ടിയിട്ട് ആഹാരം കഴിക്കേണ്ടത്, അല്ലാണ്ട് നാവിൻ്റെ രുചിക്ക് വേണ്ടിയിട്ടല്ല. ആ ശരീരത്തിൽ പ്രാണം നിലനിർത്താൻ നാവിൻ്റെ രുചി എന്ന് പറഞ്ഞാൽ എത്രയുണ്ട്, ഒരു നിമിഷം വായയിൽ നാവുമ്പോൾ വയ്ക്കുമ്പോൾ അറിയാം അത് എരിവാണോ മധുരമാണോ പുളിയാണോ എന്നൊക്കെ. തൊണ്ടയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അറിയാൻ പറ്റുമോ അതിൻ്റെ രുചി? ആ ഒരു നിമിഷമേ ഉള്ളൂ. അത് എത്ര നമുക്ക് പ്രിയപ്പെട്ട ഒരു സാധനമായാലും വായയിൽ വെച്ചത് അങ്ങോട്ട് ഇറക്കി കഴിഞ്ഞിട്ട് ഇത്തിരി വെള്ളം കൊണ്ട് വായ കഴുകി കഴിഞ്ഞാൽ അതിൻ്റെ രുചി പോയി. ഈ ഒരു നിമിഷ നേരത്തെ രുചിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്തെല്ലാം വിധത്തിൽ ആ അടുക്കളയിൽ ആഹാര പദാർത്ഥങ്ങൾ ഉണ്ടാക്കിയിട്ട് വേണ്ടിയിട്ടും വേണ്ടാണ്ടും ഉണ്ടാക്കി എത്രയോ അല്ലെ അവനവൻ കഴിച്ചിട്ടും ബാക്കി വന്നത് കളഞ്ഞിട്ടും ജന്തുക്കളെയും അങ്ങനെ നമ്മളെപ്പോലെ ജീവൻ ഭഗവാൻ കൊടുത്താണ് അങ്ങനെയുള്ള ജന്തുക്കളെയൊക്കെ കൊന്ന് ഭക്ഷിച്ചൊക്കെ തിന്നുമ്പോൾ ആ നാരദർ കാണിച്ചു കൊടുത്ത പോലെ ഇതേ നോക്കാൻ പറഞ്ഞ് തൊട്ട് കാണിച്ചു കൊടുക്കുമ്പോൾ കാര്യം എന്ത് പറയുകയാണ്, യാഗത്തിന് വേണ്ടിയിട്ട് മൃഗങ്ങളെ ഹോമിച്ചതാണ്. എന്നിട്ട് പറഞ്ഞ് എന്നെ തൊട്ട് നോക്കാൻ പറയുമ്പോൾ ഈ മൃഗങ്ങളെല്ലാവരും കൂടിയിട്ട് യാതന ശരീരത്തിനെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് എത്രയോ നരകഫലം അനുഭവിക്കേണ്ടി വരും. അത് ചില നരകഫലങ്ങൾ ഈ ഒരു ജന്മത്തിൽ തന്നെ അനുഭവിക്കേണ്ടി വരും. അപ്പം അതിനൊന്നും പെടാതിരിക്കണമെങ്കിൽ എന്തു വേണം,
ആസക്തിയൊക്കെ കുറയുക വേണ്ടത്. പക്ഷേ ആസക്തി ഉള്ളിടത്തോളം കാലം ഈശ്വരനോട് അടുക്കാൻ നമുക്ക് പറ്റില്ല. ആ ആസക്തി കുറയുക തന്നെ വേണം. ആസക്തി കുറയണമെങ്കിൽ അഹം എന്നുള്ള ആ ഒരു ഭാവം മാറണം. ഇവിടെ ആ രാവണൻ്റെ ചിന്തകളൊക്കെ നമ്മളുടെ ചിന്ത പോലെയാണ് എന്ന് കാണിച്ചു തരികയാണ്. ജാനകീ ജീവനസ്മരണം ഇത്തരം നിരൂപിച്ചു. രാത്രിയും കഴിഞ്ഞിതു ചിത്രഭാനുവുമുദയാദ്രീമുദ്രി വന്നു തേരിലേറിയിടിനാൻ ദേവസഞ്ജയ വൈരി പാരാതെ പാരാവാരപാരമം തീരം തത്ര മാരീജാശ്രമം പ്രാപിച്ചിടിനാൻ അതിദ്രുതം ഘോരനാം ദശാനനൻ കാര്യഗൗരവത്തോടും മൗനവും പൂണ്ടു ജടാവൽക്കലാദിയും ധരിച്ചാനന്ദാത്മകനായ രാമനെ ധ്യാനിച്ചുള്ളിൽ രാമരാമേതി ജപിച്ചുറച്ചു സമാധി പൂണ്ടാമോദത്തോടു മരുവീടുന്ന മാരീജനും ലൗകികാത്മനാഗ്രഹത്തിങ്കലാഗതനായ ലോകോപദ്രവകാരിയായ രാവണൻ തന്നെ കണ്ടു സംഭ്രമത്തോടും ഉദ്ധാനം ചെയ്തു പൂണ്ടുകൊണ്ടു തന്മാറിൽ അണച്ച ആനന്ദാസുക്കളോടും പൂജിച്ചു യഥാവിധി മാനിച്ചു ദശകണ്ഠൻ യോജിച്ചു ചിത്തമപ്പോൾ ചോദിച്ചു മാരീജനെ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലേ? മാരീച സുബാഹുക്കളാണ് അവിടെ ആ യാഗം മുടക്കാനായിട്ട് വന്നത്. അപ്പോൾ ആ സുബാഹു ബാണം കൊണ്ട് മോക്ഷം സിദ്ധിച്ചു. പക്ഷേ മാരീജൻ്റെ ആ കർമ്മവാസന ബാക്കി നിൽക്കണോണ്ട് മാരീജൻ ചെന്ന് ആശ്രയിച്ചപ്പോൾ മാരീജനെ അനുഗ്രഹിച്ചു. അന്ന് തൊട്ട് മാരീജൻ എന്ത് ചെയ്തു? ജടാവൽക്കരങ്ങളൊക്കെ ധരിച്ചിട്ട് രാമനാമം ജപിച്ചിരുന്നു. ഇങ്ങനെ രാമനാമം ജപിച്ചിരുന്ന മറ്റൊരു ആളെ നമ്മൾക്ക് കാണിച്ചു തന്നു അല്ലേ? വാൽമീകി മഹർഷി രാമനാമം വ്യത്യസ്തമായിട്ട് മരാമരാന്നാണ് ജപിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ രാമ എന്ന് ജപിക്കാനായിട്ട് ഉള്ള ഒരു ആ ചെയ്ത കർമ്മവാസനയുടെ ഇതിൽ ആ ഒരു ജീവന് രാമാന്ന് ജപിക്കാനായിട്ട് നമ്മളിപ്പോൾ ഓരോ കഥകളൊക്കെ കേൾക്കും. ഭഗവാന്റെ ഏതെങ്കിലും ഭാവമൊക്കെ പറയും. ചില സ്ഥലത്ത് വൃന്ദാവനത്തിലൊക്കെ ചെന്നിട്ട് കേൾക്കാം. ചില സ്ഥലത്ത് രാത്രി പോവരുതെന്ന് പറയും. എന്നിട്ട് അവിടെ രാത്രി പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ പോയിട്ട് അവിടെയുള്ള കാരണം രാധാറാണിയും അവിടെയുള്ള രാസക്രീഡ നടക്കണമെന്നാണ് നേരിട്ട് കാണാൻ പാടില്ല. നമ്മൾ കണ്ടുകൊണ്ടൊന്നും കുഴപ്പമില്ല, നേരിട്ട് കാണണോണ്ട് കുഴപ്പമില്ല. അതിനുള്ളൊരു ശക്തി നമുക്ക് വേണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും? സൂര്യഗ്രഹണ സമയത്ത് നമ്മളോട് പറയും സൂര്യനെ നോക്കരുത്. നോക്കിയാൽ എന്താ ഉണ്ടാവുക? കണ്ണ് പൊട്ടിപ്പോവും. അതുപോലെ തന്നെയാണ് അതിൻ്റെ ആ ഒരു ഭാവം നമ്മുടെ ഈ ശരീരത്തിന് അതിന് സാധിക്കില്ല. അപ്പം ശരീരം നശിച്ചു പോവുക ചെയ്യണേ. ആ ശരീരം അവിടെ നശിച്ചു പോകണം. അതുകൊണ്ടാണ് നമ്മൾ ലൗകിക ദൃഷ്ട്യ അതൊക്കെ വീക്ഷിച്ചു കഴിഞ്ഞാൽ അലൗകിക ഭാവത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ദോഷങ്ങൾ വരുന്നത്. അല്ലാണ്ട് വേറെ ഇതൊന്നുമല്ല. ലൗകിക ഭാവത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വരും ദോഷങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഈ രാമമന്ത്രം ജപിക്കാനുള്ള ഒരു ശക്തി. അതിൻ്റെ തീഷ്ണത കൂടുന്തോറും ആ ജീവനൊരു പക്ഷേ അതിനെ അത് കുറേശ്ശെയായിട്ടാണ് ആ ശക്തി പ്രാപിച്ചിട്ട് വേണം. അതുകൊണ്ടാണ് മര എന്നുള്ള അക്ഷരം ആദ്യം പറഞ്ഞു കൊടുത്തിട്ട് അതിന് പിന്നീടാണ് രാമനാമം ജപിച്ച് വാൽമീകിയായത്. ഇവിടെ ആദ്യമേ തന്നെ രാമനാമം ജപിക്കാനുള്ള അത്രയ്ക്കും ഈ ജീവനുണ്ട്. എന്നിട്ട് പോലും എന്തിനാ ജപിച്ചത്? ഭക്തിയോട് കൂടിയിട്ടില്ല. മറ്റത് തൻ്റെ അവസ്ഥ മനസ്സിലാക്കി താൻ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കി തനിക്ക് അതിൽ നിന്ന് ആ പാപമോചനം നേടണമെന്ന് മനസ്സിലാക്കിയിട്ടാണ് അവിടെ നാമം ജപിക്കാനിരുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നിനും ഇവിടെ ഭയത്തോട് കൂടിയിട്ടാണ്. അത് ഇടയിൽ ഇനി പറയണുണ്ട്. ആ ഭയത്തോട് കൂടിയിട്ട് തന്നെ തൻ്റെ ജീവന് ആപത്തുണ്ടാവുന്നുള്ള ഭയത്തോടു കൂടി രാമനാമം ജപിച്ചിരിക്കുകയാണ്. നമ്മൾ ജപിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല, നമ്മുടെ ഭാവം എങ്ങനെയാണെന്നനുസരിച്ചിട്ടാണ് അതിൻ്റെ അനുഭവ ഫലങ്ങൾ. ആ രാമനാമം പക്ഷേ വെറുതെ ആയില്ല. അവസാനം രാമനെ കണ്ട് ദേഹം വെടിയാനായിട്ട് ഇടവന്നു എന്നുണ്ടെങ്കിലും ആ വാസനാബലം ഇവിടെ ശരിക്കും കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ രാവണൻ വന്നപ്പോൾ രാവണനോട് എന്താണ് എന്നുള്ളത് ചോദിക്കണം. എന്തിനാ ഒറ്റയ്ക്ക് വന്നത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും, എനിക്ക് പറ്റണ കാര്യമൊക്കെ ചെയ്തു തരാം എന്നുള്ള ഭാഗം പറയുകയാണ് മാരീചനോട്. എന്തൊരാഗമനാമിതേകനായി തന്നെ ഒരു ചിന്തയുണ്ടെന്ന പോലെ തോന്നുന്നു ഭാവത്തിങ്കൽ
ചൊല്ലുക രഹസ്യമെങ്കിലോ ഞാനും തവ നല്ലതു വരുത്തുവാനുള്ളവരിൽ മുമ്പനല്ലോ. ന്യായമായി നിഷ്കൽമഷമായിരിക്കുന്ന കാര്യം മായമെന്നിയെ ചെയ്യുവാൻ മടിയില്ലെനിക്കേതും. മാരീചവാക്യമേവം കേട്ടു രാവണൻ ചൊന്നാളാരുമില്ല എനിക്ക് നിന്നെപ്പോലെ മുട്ടുന്നേരം. സാകേതാധിപനായ രാജാവ് ദശരഥൻ ലോകൈകാധിപനുടെ പുത്രന്മാരായുണ്ടുപോൽ രാമലക്ഷ്മണന്മാരെന്നിരുവരും ഇതുകാലം കോമളാകാർത്തിയായോരങ്കനാരത്നത്തോടും ദണ്ഡകാരണ്യേ വന്നു വാഴുന്നിതവർ ബലാൽ. എന്നുടെ ഭഗിനി തന്നാസികാകുജങ്ങളും കർണവും ഛേദിച്ചതു കേട്ടുടൻ ഖരാദികൾ ചെന്നു 14,000 അവരെയും നിന്നുതാൻ ഏകനായിട്ട് എതിർത്തു രണത്തിങ്കൽ കൊന്നിതു 3.25 നാഴിക കൊണ്ടു രാമൻ. തൽപ്രാണേശ്വരിയായ ജാനകി തന്നെ ഞാനും ഇപ്പോഴേ കൊണ്ടിങ്ങു പോന്നിടുവാൻ അതിന്നു നീ ഹേമവർണ്ണം പൂണ്ടൊരു മാനായി ചെന്ന അടവിയിൽ കാമിനിയായ സീത തന്നെ മോഹിപ്പിക്കണം. രാമലക്ഷ്മണന്മാരെ അകറ്റി ദൂരത്താക്കും വാമഗാത്രിയെ അപ്പോൾ കൊണ്ടു ഞാൻ പോന്നിടുവൻ. നീ മമ സഹായമായിരിക്കിൽ മനോരഥം മാമകം സാധിച്ചിടുമില്ല സംശയാമേതും. പങ്ക്തിഗന്ധരാവാക്യം കേട്ടു മാരീജനുള്ളിൽ ചിന്തിച്ചു ഭയത്തോടും ഇവണ്ണമുര ചെയ്താൽ ആരുപദേശിച്ചതു മൂലനാശനമായ കാര്യം. നിന്നോടവൻ നിന്നുടെ ശത്രുവല്ലോ, നിന്നുടെ നാശം വരുത്തിയിടുവാൻ അവസരം തന്നെ പാർത്തിരിപ്പോരു ശത്രുവാകുന്നതും അവൻ. നല്ലതു നിനക്കു ഞാൻ ചൊല്ലുവൻ കേൾക്കുന്നാകിൽ നല്ലതേതും നിനക്കിത്തൊഴിലറിയുക നീ. രാമചന്ദ്രനിലുള്ള ഭീതി കൊണ്ടകതാരിൽ മാമകെ രാജരത്ന രമണീരഥാദികൾ കേൾക്കുമ്പോൾ അതീഭീതനായുള്ളൂ ഞാനോ നിത്യം പറയണു. അത് നിന്നോട് ആരാത് പറഞ്ഞേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ? അവർ നിൻ്റെ ശത്രുവാണ്. എനിക്ക് ആ രാമചന്ദ്രനെ ഭയമാണ്. അവിടെ ഭക്തിയല്ല ഉള്ളത്, ഭയമാണുള്ളത്. എന്താ രാമചന്ദ്രനുള്ള ഭയം കൊണ്ട് ആരെങ്കിലും പറയാണ് രാജാവ് എന്ന് പറയാനായിട്ട്, രാജം എന്ന് പറയുമ്പോഴേക്ക് എന്ന് കേൾക്കുമ്പോഴേക്ക് പേടിയായി. രത്നം എന്ന് പറയാൻ ഒരാൾ രത്നം എന്ന് കേട്ടാൽ അതിൽ ഉണ്ട്, അപ്പോൾ പേടി. രാജാവ്, രത്നം, രമണി, രഥം എന്നൊക്കെ കേൾക്കണതൊക്കെ എനിക്ക് പേടിയാണ്. പിന്നെ അതല്ല, രാത്രിയിൽ ഞാൻ കണ്ണ് തുറക്കാറില്ല. കാരണം എന്താണെന്നറിയോ? രാത്രിയിൽ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഈ വൃക്ഷങ്ങളൊക്കെ നിൽക്കണതേ ആ ജടാവക്കലണിഞ്ഞ് രാമചന്ദ്രൻ അമ്പും വില്ലും അടിച്ച് നിൽക്കണ പോലെയാണ് തോന്നുക. അപ്പം എനിക്ക് പേടിയാവും. അതുകൊണ്ട് ഞാൻ അത്രയും ഭയത്തോടു കൂടിയിട്ടാണ് രാമനെ കാണുന്നത്. അതുകൊണ്ട് നീയെ രാക്ഷസവംശം പാലിക്കാൻ വേണ്ടിയിട്ടതാ ശ്രീമന്നാരായണൻ പരമാത്മാവ് തന്നെ രാമൻ. ഞാനതിൻ പരമാർത്ഥമറിഞ്ഞൻ കേൾക്കനെയ്യും. നാരദാദികൾ മുനിശ്രേഷ്ഠന്മാർ പറഞ്ഞു പണ്ടോരോരോ വൃത്താന്തങ്ങൾ കേട്ടേൻ പൗലസ്ത്യപ്രഭോ. പത്മസംഭവം മുന്നം പ്രാർത്ഥിച്ച കാലം നാഥൻ പത്മലോചനൻ അരുൾ ചെയ്തിതു വാത്സല്യത്താൽ എന്തു ഞാൻ വേണ്ടുന്നതെന്നു ചൊല്ലുകെന്നതു കേട്ടു. ചിന്തിച്ചു വിധാതാവൂ മർദ്ദിച്ചു ദയാനിധേ നിന്തിരുവടി തന്നെ മാനുഷാവേഷം പൂണ്ടു. പങ്ക്തികന്ധരൻ തന്നെ കൊല്ലണം മടിയാതെ അങ്ങനെ തന്നെ എന്നു സമയം ചെയ്തു നാഥൻ മംഗലം വരുത്തുവാൻ. ദേവതാപസർക്കെല്ലാം മാനുഷനല്ല രാമൻ സാക്ഷാൽ ശ്രീനാരായണൻ താനെന്നു ധരിച്ചു സേവിച്ചുകൊള്ളുക പത്യ. പോയാലും പുരം പുക്കു സുഖിച്ചു വസിക്ക നീ. മായാമാനുഷൻ തന്നെ സേവിച്ചുകൊള്ളുക നിത്യം. എത്രയും പരമകാരുണികൻ ജഗന്നാഥൻ ഭക്തവത്സരൻ ഭജനീയനീശ്വരൻ നാഥൻ. മാരീജൻ പറഞ്ഞതു കേട്ടു രാവണൻ ചെന്നാൽ നേരത്രേ പറഞ്ഞതു നിർമ്മലനല്ലോ ഭവാൻ. ശ്രീനാരായണസ്വാമി പരമൻ പരമാത്മാ താൻ അരവിന്ദവത്ഭവൻ തന്നോട് സത്യം ചെയ്തു മത്യനായി പിറന്ന് എന്നെ കൊല്ലുവാൻ ഭാവിച്ചിതു സത്യസങ്കല്പനായ ഭഗവാൻ താനെങ്കിലോ പിന്നെ യൗവണ്ണമല്ലെന്നാക്കുവാനാളാരടോ. നന്നു നിന്നജ്ഞാനം ഞാർക്കിന്നോ ഇങ്ങനെയോർത്തിയിലൊട്ടും ഒന്നുകൊണ്ടും ഞാൻ അടങ്ങുകയില്ല നൂനം. ചെന്നു മൈഥിലി തന്നെ കൊണ്ടുപോരിക വേണം. ഉസ്തിഷ്ട മഹാഭാഗ പൊന്മാനായി ചമഞ്ഞു ചെന്നെത്രയോ മകറ്റുക രാമലക്ഷ്മണന്മാരെ. അന്നേരം തേരിലേറ്റ് കൊണ്ടിങ്ങു പോന്നിടുവൻ. പിന്നെ നീ യഥാസുഖം വാഴുക മുന്നേ പോലെ. ഒന്നിനെ മറുത്തു നീയുര ചെയ്യുന്നതാകിൽ എന്നുടെ വാൾ കൂണാക്കിയിടുന്നതുണ്ട് ഇന്നു തന്നെ എന്നതു കേട്ടു വിചാരിച്ചു മാരീജനും. അന്നല്ല ദുഷ്ടായുധമേറ്റു നിര്യാണം വന്നാൽ
ചെന്നുടൻ നരകത്തിൽ വീണുടൻ കിടക്കണം. പുണ്യസഞ്ചയം കൊണ്ട് മുക്തനായി വരുമല്ലോ രാമസായകാമേറ്റു മരിച്ചാലെന്നു ചിന്തിച്ചാമോദം പൂണ്ടു പുറപ്പെട്ടാലുമെന്നു ചൊന്നാൻ. രാക്ഷസരാജാ ഭവാൻ ആജ്ഞാപിച്ചാലുമെങ്കിൽ സാക്ഷാൽ ശ്രീരാമൻ പരിപാലിച്ചു കൊള്ളുക പോറ്റി. ഇവിടെ പറഞ്ഞു കൊടുക്കണു രാമനെ പറ്റിയിട്ട്. അപ്പോൾ പറയണു, അങ്ങനെ രാമൻ സത്യം ചെയ്തിട്ട് ഈശ്വരൻ വന്നിട്ടുണ്ടെങ്കിൽ എന്നെ കൊല്ലുകയുള്ളൂ, നീ ഇതൊന്നും പറയണ്ട എന്ന് പറയണു. അപ്പോൾ ഇവിടെ ഇതുവരെ ആ കേട്ട് കഴിഞ്ഞാൽ അത്രയും ഭക്തനാണ് മാരീചെന്ന് തോന്നും അല്ലേ. രാമൻ്റെ എല്ലാ കാര്യങ്ങളും കേട്ടിട്ട് അത്രയും ഭക്തി ഉള്ളിലുണ്ടെന്ന് തോന്നും. അപ്പോൾ പറയുകയാണ്, ഇങ്ങനെ ചെല്ലും അല്ലെങ്കിൽ ഞാൻ വധിക്കുന്നു എന്ന് പറയുന്നതിനേക്കാളും ഭേദം രാമൻ്റെ അമ്പേറ്റ് മരിക്കുകയാണെന്ന് തോന്നി. ഇതുവരെയൊക്കെ ശരിയാണ്, പക്ഷെ ഉള്ളിലെ നമ്മൾ ഭഗവാനോട് അടുക്കുമ്പോൾ നമ്മുടെ ആ ഭക്തിഭാവം പോലെ തന്നെ ആ മാരീചനും കാര്യത്തോട് അടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ കർമ്മവാസന പുറത്തേക്ക് വരുന്നത്. ഇത്രയും എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പോയിട്ട് ആ രാമനെ രാമസായകം കൊണ്ട് ആ ജീവൻ വെടിയണ കാലത്ത് ശ്രീരാമചന്ദ്ര പ്രഭു എന്ന് പറഞ്ഞ് നമസ്കരിച്ചിട്ട് ആ ജീവൻ കളയല്ല ചെയ്തത്. അപ്പോഴും ആ ഉള്ളിലുള്ള ആ ആസുരിക ഭാവം വന്നു. കാരണം ഭയം കൊണ്ടാണ് രാമനെ എതിരിടാത്തത്. ആ രാമനെ തന്നെ ഇനി ആ അവസാന കാലത്ത് എന്ത് ചെയ്തു, എന്തായാലും എന്നെ വധിച്ചു. ഈ രാമനൊരു ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പണി കൊടുത്തിട്ട് എന്നെ കാര്യം എന്ന് വിചാരിച്ചിട്ടാണ് സീതയെ ലക്ഷ്മണ എന്ന് വിചാരിച്ച് കരഞ്ഞത്. അങ്ങനെ കരഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ശത്രുതാഭാവം തനിക്ക് ജയിക്കാൻ പറ്റില്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് അവിടെ അടങ്ങിയത്, ഭയം കൊണ്ട്. അല്ലാണ്ട് ഭക്തി കൊണ്ട് ആ നാമം ജപിച്ചിട്ടും ഉള്ളിൻ്റെ ഉള്ളിലുള്ളത് ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു നൈരാശ്യമുണ്ട്. കാരണം എനിക്ക് എതിരിടാൻ പറ്റാത്തതുകൊണ്ട് പേടിച്ചിട്ടാണ് ഇരിക്കുന്നത്. ആ ഭയം കൊണ്ടായത് കൊണ്ട് അതിനൊരവസരം വന്നപ്പോൾ ആ ആസുരിക ഭാവം, മറ്റുള്ളവരെ ദ്രോഹിക്കണം എന്നുള്ള ആ ദുഷ്ടഭാവം എന്താ പുറത്തേക്ക് വന്നതൊക്കെ നോക്കൂ. അപ്പോൾ അതാണ് നമുക്ക് തോന്നുകയാണ് നമ്മുടെ ഉള്ളിൽ നമ്മൾ നാമം ജപിച്ച് ഇത്ര കാലം ഇരിക്കുമ്പോൾ നമ്മളൊക്കെ അടങ്ങി, നമ്മളുടെയൊക്കെ ഉള്ളിൽ ശുദ്ധമായി, നമുക്ക് ആരോടും പരാതിയില്ല, ദേഷ്യമില്ല. ഇപ്പോൾ രാമനെ പറ്റിയിട്ടൊക്കെ രാവണനോടൊക്കെ പറയണ കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അതന്നെ ഉറപ്പ് വരുള്ളൂ. പക്ഷേ പിന്നീടുള്ള പ്രവൃത്തി കാണുമ്പോഴാണ് ആ ഉള്ളിൻ്റെ ഉള്ളിൽ. അതുകൊണ്ടാണ് ഒരു സന്യാസി വര്യനുണ്ടായിരുന്നു അത്രേ, മഹാത്മാവ് പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കഥയാണ്. അതിന് ഇന്ദ്രിയങ്ങളെയൊക്കെ ജയിക്കാൻ സാധിക്കുക, തൻ്റെ അഹംബുദ്ധിയൊക്കെ ജയിക്കുക എന്നുള്ളതുണ്ടല്ലോ, അതിനെയൊക്കെ ജയിക്കണം. എന്നാലേ പൂർണ്ണമായിട്ടും ഈ ശരീരത്തിലിരിക്കുമ്പോൾ അതിനൊക്കെ ശരീരബോധം വെടിഞ്ഞിട്ട് പൂർണ്ണമായിട്ടും ജയിക്കണം. അപ്പോൾ ശരീരത്തിനെ ജയിക്കാൻ സാധിച്ചുവോ എന്ന് ചോദിക്കുമ്പോൾ ഇദ്ദേഹം ഒന്നും പറയില്ല അത്രേ. അദ്ദേഹം ഇങ്ങനെ ജപിച്ച് ഒരക്ഷരം അദ്ദേഹത്തിന് ഉറപ്പില്ല. ശരീരത്തിനെ അത്രയും ആ ഭഗവാന്റെ നാമം ജപിച്ച് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇദ്ദേഹത്തിനോട് ചോദിക്കും, ശരീരത്തിന് ജയിക്കാൻ സാധിച്ചുവോ, പൂർണ്ണമായിട്ടും മനസ്സടങ്ങിയിട്ട് ഈശ്വരനിലായോ എന്ന് ചോദിക്കുമ്പോൾ എന്ന് പറയാൻ ഇദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അങ്ങനെ അവസാനം അദ്ദേഹത്തിൻ്റെ കർമ്മപ്രാരാബ്ധം തീർന്ന ശരീരം വെടിഞ്ഞപ്പോൾ അദ്ദേഹം അതുവരെയുള്ള തപശക്തി കൊണ്ട് ഒരു നിമിഷം വീണ്ടും ആ ശരീരത്തിൽ പ്രവേശിച്ചിട്ട് പറഞ്ഞു അത്രേ, ഈ ശരീരത്തിനെ ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം വീണ്ടും ആ സാക്ഷാത്കാരം നേടിയെന്ന് മഹാത്മാക്കൾ അനുസ്മരിക്കുന്നത്. അത്ര പോലും ആ മഹാത്മാക്കൾക്ക് പോലും ശരീരജയം പൂർണ്ണമായിട്ടായോ എന്ന് പറയാൻ സാധിക്കാത്തപ്പോൾ നമ്മളുടെ കാര്യം ആലോചിച്ച് നോക്കൂ. നമ്മളിതാ പറയുമ്പോഴും വാക്കുകളെ കൊണ്ടൊക്കെ പറയുമ്പോഴും നമുക്ക് ഇതിനെ എതിരിടാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെയൊക്കെ പറയണത്. അതുപോലെയാണ് രാവണനുള്ള ഉപദേശവും. എന്താ അതുകൊണ്ടാണ് രാമനുള്ള ഉപദേശവും ആ ഉപദേശം രാമനെ ഉപദേശിക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് തോന്നണത്. അതൊക്കെ ഇനി അടുത്ത ദിവസം ഇവിടെ ഇപ്പം നിർത്തും, പേടിക്കണ്ട കേട്ടോ. ഹരേ കൃഷ്ണ. പറഞ്ഞു വരുമ്പോൾ അത് ഭഗവാനറിയാം ഒരു സമയേ ആ സമയം വരുമ്പോൾ ഭഗവാൻ ഇവിടെ സമർപ്പിക്കേണ്ട സമയം നിശ്ചയിക്കേണ്ടത് ഇവിടെ മുല്ലോറിന് തേവരാണ്. ആ തേവർ നിശ്ചയിക്കുന്ന സമയത്ത് നമ്മളിവിടെ സമർപ്പിക്കും. ഇപ്പം തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഈശ്വര നിശ്ചയം പോലെയാണ് ഓരോന്നും കടന്നു പോണത്. ഓരോ നിമിഷവും അതാണ്. നമ്മൾ പരിഭ്രമിച്ചത് കൊണ്ടോ തിരക്ക് കൂട്ടിയത് കൊണ്ടോ ഒന്നും കാര്യമില്ല, ഒക്കെ ഈശ്വരേച്ഛ പോലെ വരട്ടെ. അപ്പം അങ്ങനെയാണ് പറയണു. ഞാനെന്നാൽ ഈ ദുഷ്ടൻ്റെ ആയുധേറ്റ് മരിക്കണേക്കാളും നല്ലത്
എന്താണ് ഭഗവാന്റെ അമ്പേറ്റ് മരിച്ചതാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ആ ശ്രീരാമനെ പ്രാർത്ഥിച്ചു. അപ്പോഴും എന്താ പ്രാർത്ഥിക്കണേ? ശ്രീരാമ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാ പോണേ. അപ്പോൾ ആ ഇന്ദ്രിയ ജയം ആ അവസാന നിമിഷമാണ് നമുക്ക് തിരിച്ചറിയണതേ. അതാണ് ഒരു അത്ഭുതം. എന്നുര ചെയ്തു വിചിത്രാഗതി കലർന്നൊരു പൊന്നിറാമായിടുന്നൊരു മൃഗവേഷവും പൂണ്ടാൻ ഭക്തികന്ധനം തേരിലമ്മാരു കരേരിനൻ ചന്താർബാണനും തേരിലേറിനാനതു നേരം ചന്താർമാനിനിയായ ജാനകി തന്നെയുള്ളിൽ ചിന്തിച്ചു ദശാസ്യനുമായി ചമഞ്ഞിതു മാരീജൻ മനോഹരമായൊരു പൊന്മാനായി ചാരുപുള്ളികൾ വള്ളികൊണ്ടു നേത്രങ്ങൾ വെള്ളികൊണ്ടു നേത്രങ്ങൾ രണ്ടും നീലക്കൽ കൊണ്ടു ചേർത്ത മുഗ്ധഭാവത്തോടോരോ ലീലകൾ കാട്ടിക്കാട്ടി കാട്ടിലുൾപ്പുക്കും പിന്നെ വേഗേന പുറപ്പെട്ടും തുള്ളിച്ചാടിയോ മനോരാഗഭാവേന ദൂരെ പോയി കടാക്ഷിച്ചും രാഘവാശ്രമസ്ഥലോപാന്തേ സഞ്ചരിക്കുമ്പോൾ രാഗേന്ദുമുഖി സീത കണ്ടു വിസ്മയം പൂണ്ടാൾ. രാവണാചേഷ്ടിതാമറിഞ്ഞു രഘുനാഥൻ ദേവിയോടരുൾ ചെയ്താനെ കാന്തേ കേൾനീ രക്ഷോനായകൻ നിന്നെ കൊണ്ടുപോവതിന്നിപ്പോൾ ഭിക്ഷുരൂപേണ വരുമന്തികേ ജനകജേ നീയൊരു കാര്യം വേണം അതിനു മടിയാതെ മായാ സീതയെ പർണശാലയിൽ നിർത്തിയിടേണം. വന്യമണ്ഡലത്തിങ്കൽ മറഞ്ഞു വസിക്ക നീ ധന്യേ രാവണവധം കഴിഞ്ഞിടുവോളം ഒരാണ്ടിരുന്നീടേണം ജഗദാശ്രയാഭൂതേ സീതേ ധർമ്മരക്ഷാർത്ഥം പ്രിയേ. രാമോക്തി കേട്ടു ജാനകി ദേവി തന്നും കോമളഗാത്രിയായ മായാ സീതയെ തത്ര പർണശാലയിലാക്കി വന്യമണ്ഡലത്തിങ്കൽ ചെന്നിരുന്നിതു മഹാവിഷ്ണുമായയുമപ്പോൾ. ജാനകീ ജീവനസ്മരണം. ഹര നമ പാർവതീപതയേ. ആഞ്ജനേയ സ്വാമിക്ക് ജയ് ജയ് ശ്രീരാധേശ്യാം. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഇനി അടുത്ത ഭാഗം അടുത്ത ദിവസം പാരായണം ചെയ്യാനായിട്ട് അനുഗ്രഹിക്കട്ടെ. പാരായണം വളരെ പതുക്കിയാണോ പോണേന്നൊരു സംശയമുണ്ട്. അത് സാരല്ല, യുദ്ധഭാഗം വരുമ്പോൾ വേഗം പൊക്കോളും. കാരണം അവിടെ ഒന്നും പറയാനൊന്നും ഇല്ലല്ലോ. ഇതിപ്പോൾ ആ ഈശ്വരേച്ഛ കൊണ്ട് എന്തോ ഉള്ളിൽ തോന്നണത് അപ്പോൾ പറയണമെന്ന് മാത്രം. ഇന്നലെ പറഞ്ഞ പോലെ ചിലപ്പോൾ ചില കാര്യങ്ങൾ വായിക്കുമ്പോൾ ഇത്രയും കാലം വായിക്കാത്ത ഒരു ഭാവം ഭഗവാൻ ഉള്ളിൽ നിറയ്ക്കുമ്പോൾ അത് പറയണം എന്ന് ഭഗവാന്റെ ഇച്ഛയാണ്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ആർക്കെങ്കിലും എന്തെങ്കിലും ഇടയിൽ പോകേണ്ട അത്യാവശ്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും വേണ്ട, മിണ്ടാണ്ട് നമസ്കരിച്ച് എഴുന്നേറ്റ് പോകാൻ വിരോധമൊന്നുമില്ല. കാരണം നമുക്കൊക്കെ ഗൃഹസ്ഥാശ്രമികളായിട്ടുള്ള ആൾക്കാരാണ്, നമുക്ക് പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ വേണം എന്നുണ്ടെങ്കിൽ വിരോധമൊന്നുമില്ല, ഇടയിലൊന്ന് നമസ്കരിച്ച് പോകാവുന്നതാണ് എന്നും കൂടി പറയുകയാണ്. ജാനകീ ജീവനസ്മരണം. ഇത് വരെ ഇവിടെ പാരായണം ചെയ്ത് പറഞ്ഞതെല്ലാം ഭഗവാന്റെ പാദത്തിൽ പ്രേമപുഷ്പാഞ്ജലിയായിട്ട് സമർപ്പിക്കുകയാണ്. കേട്ടിരിക്കുന്നവരുടെയും പറയുന്ന ആളുടെയും കേൾക്കുന്ന ആളുടെയൊക്കെ മനസ്സ് പല വിധത്തിൽ വ്യതിചലിച്ച് പല ചിന്തകളിലൂടെ പോയിട്ടുണ്ടാവാം. പല വിധത്തിൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ പല വഴിക്ക് പോയിട്ടുണ്ടാവാം. ഇപ്പോൾ ഇന്ദ്രിയ നിഗ്രഹം വരണമെങ്കിൽ അവസാന നിമിഷത്തിലും അതിനെ ജയിക്കാത്ത പോയ ആ മാരീചനെയൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾക്കൊക്കെ എത്ര വന്നിട്ടുണ്ടെന്നുള്ളത് നമുക്ക് സ്വയം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ കഥാപാത്രങ്ങളിലൂടെ നമ്മളെ ഭഗവാൻ നമ്മളെ കൊണ്ട് നടക്കുന്നത്, നമ്മുടെ മുമ്പിൽ വെച്ച് കാണിച്ചു തരുന്നത്. അപ്പം അതുപോലെ ആ ഇന്ദ്രിയങ്ങളെ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട്, ആ മനസ്സ് സമർപ്പിച്ചുകൊണ്ട് വേണ്ടതുപോലെ കേൾക്കാനും പറയാനും സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പാരായണ ഭാഗങ്ങളിവിടെ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പ ശരണം.
മുല്ലോർലിത്തേവരേ ശരണം. സർവേശ്വര മംഗലത്തപാ ശരണം. തലയാക്കുളത്തമ്മേ ശരണം. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. ജാനകീ ജീവന സ്മരണം. ഹര നമ പാർവതീപതയേ. ഗോപികാ ജീവന സ്മരണം. ആഞ്ജനേയ സ്വാമിക്ക് ജയ് ജയ് ശ്രീരാധേശ്യാം. കൈതൊഴാം പരമേശാനി രാസമണ്ഡലവാസിനി രാസേശ്വരി നമിക്കുന്നേൻ കൃഷ്ണ പ്രാണാധിക പ്രിയേ. പ്രസാദിക്കുക മൂലോകമാതാവേ കരുണാർണവേ. ബ്രഹ്മ വിഷ്ണു ശിവാദ്യന്മാർ തൊഴും കാൽത്താരനും ശുഭേ. തൊഴാം സരസ്വതീ രൂപേ തൊഴാം ലക്ഷ്മി സ്വരൂപിണി തൊഴാം ദുർഗേ ഭഗവതി. കൈതൊഴാം പരമേശാനി രാസമണ്ഡലവാസിനി. തിരക്ക് പിടിക്കുമ്പോഴാണ് അതൊക്കെ വീണ്ടും വീണ്ടും ജപിക്കേണ്ടി വരുന്നത്. കൈതൊഴാം പരമേശാനി രാസമണ്ഡലവാസിനി രാസേശ്വരി നമിക്കുന്നേൻ കൃഷ്ണ പ്രാണാധിക പ്രിയേ. പ്രസാദിക്കുക മൂലോക മാതാവേ കരുണാർണവേ. ബ്രഹ്മ വിഷ്ണു ശിവാദ്യന്മാർ തൊഴും കാൽത്താരനും ശുഭേ. തൊഴാം സരസ്വതീ രൂപേ തൊഴാം സാവിത്രി ശങ്കരി ഗംഗപദ്മാവതി രൂപേ ഷഷ്ടിമംഗള ചണ്ഡികേ. കൈതൊഴാം തുളസീ രൂപേ തൊഴാം ലക്ഷ്മി സ്വരൂപിണി തൊഴാം ദുർഗേ ഭഗവതി. കൈതൊഴാം സർവരൂപിണി നമിക്കുന്നേൻ കൃപാമൂർത്തേ മൂലപ്രകൃതി രൂപിണി. ഭവക്കടലിൽ നിന്നെന്നെ സദയം കരകേറ്റണേ. ഗോലോകനാഥയം രാധാദേവിയെ കൈതൊഴുന്നു ഞാൻ. പീതാംബർഹാപീഠം നടവരവപുകർണയോ കർണികാരം ബിഭ്രദ്വാസകനകകവിശം വൈജയന്തിം ച മാലാം. രന്ധ്രാൻ വേണോരധരസുതയാ പൂരയൻ ഗോപവൃന്ദൈ. വൃന്ദാരണ്യം സ്വപതരമണം പ്രാവിശദ്ഗീതകീർത്തിം. ഗോലോകനാഥനാം രാധാകൃഷ്ണനെ കൈതൊഴുന്നു ഞാൻ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. മുല്ലോർലിത്തേവരേ ശരണം. ആരോടുമുള്ളിൽ പകയേശിടാതെ നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ രാഗാദിയിൽ പെട്ടുവലഞ്ഞിടാതെ തീരേണമേ കൃഷ്ണമദീയ ജന്മം. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ.
ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ജയ ജയ ശ്രീരാധേ.